Hello, good morning. Good morning. Good morning, madam. Yes, very good morning, Soumya. Good morning, ma'am. Good morning പറയുന്ന ആൾക്കാരൊന്നും ഇവിടെ ഇല്ലേ എന്ന് വിചാരിച്ചത്. മ്യൂട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. നമ്മളിവിടെ മ്യൂട്ട് കൊടുത്തിട്ടില്ല. സോ ഐ തിങ്ക് യു ക്യാൻ റെസ്പോണ്ട് ബൈ യുവർ വോയിസ്. സൗണ്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. നമ്മള് മ്യൂട്ട് കൊടുക്കാൻ പിന്നെ പറ്റില്ല. ഓക്കെ. യെസ്, വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ടു ആൾ. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, നമ്മളെവിടെ പഠിച്ചു നിർത്തിയത് വല്ല ഓർമ്മയുണ്ടോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇപ്പൊ നമ്മൾ പഠിച്ചു നിൽക്കുന്ന ടോപ്പിക് ഏതാണെന്ന് അറിയാമോ? ഹെഡിങ് ഏതാണെന്ന് അറിയോ? ആർക്കെങ്കിലും? നോ, ആർക്കും അറിയില്ല. ആർക്കും അറിയില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് തുടങ്ങാം. അങ്ങനെയാണോ? ഒരാൾ പറയും ആരെങ്കിലും എവിടെയാണ് നമ്മൾ നിർത്തിയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് തുടങ്ങും. ഏതാണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കഴിഞ്ഞു. അതിലെ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിന്റെ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു. വെരി ഗുഡ്. ആ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അതായത് നമ്മൾ ഇത്രയും നേരം ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങള്, പേഴ്സണൽ പോളിസി, തൊഴിൽപരമായിട്ടുള്ള ചില നയങ്ങള്, അതിന്റെ കുറെ കാര്യങ്ങൾ, അതിന്റെ പ്രിൻസിപ്പിൾസ്, മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഇപ്പോഴാണ് നമ്മള് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക്, ദാറ്റ് മീൻസ് പേഴ്സണൽ പോളിസിന്റെ, പേഴ്സണൽ മാനേജ്മെന്റിന്റെ, പേഴ്സണൽ മീൻസ് തൊഴിൽപരമായ നയങ്ങൾ എന്നുള്ള ആ ഒരു ഓൾഡ് കോൺസെപ്റ്റിൽ നിന്ന് ഇന്നത്തെ ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന മാനേജ്മെന്റിലേക്ക് അങ്ങോട്ടുള്ള ഒരു എന്താ പറയാ ഒരു മാറ്റം, ഒരു ചേഞ്ച് അല്ലെ. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്ഡ് ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു എന്താ പറയാ കുറെ പ്രോസസ്സിംഗ് ഒക്കെ നടത്തി അതിന്റെ ഒരു എന്താ പറയാ റിസൾട്ട് എന്നുള്ളത് രീതിയിലാണ്. പണ്ടൊക്കെ എന്താ പറയാ മെഷീൻ ഓപ്പറേറ്റേഴ്സ്, വർക്കേഴ്സ്, അതായത് ഫിസിക്കൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന വിഭാഗത്തെ മാത്രം ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു, മാനേജ് ചെയ്താൽ മതിയായിരുന്നു. അവർ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം, അവർ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ അന്നൊക്കെ എന്താ പറയാന്നറിയോ, ഈ ജോലി എത്രയാണോ ചെയ്ത് ആ ചെയ്തതിന് അനുസൃതമായിട്ടുള്ള ഒരു കൂലി അതാണ് അവർക്ക് കൊടുത്തിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയില്ല. ഇന്ന് അത്തരം മെഷീൻ എന്താ പറയാ ഒരുപാട് സ്ഥലത്തൊക്കെ മാൻ എന്നുള്ളതിനെ മാറ്റി അവിടെ എന്താക്കി മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്ഷൻസ് അല്ലെ, ഉൽപാദനങ്ങൾ തുടങ്ങിയ മനുഷ്യന്മാര് എന്ന് വെച്ചാൽ മെഷീൻ ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളാണ് ഇന്നും കൂടുതലും നടക്കുക. ബിക്കോസ് നമുക്കറിയാം ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ് മനുഷ്യന്മാരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചു വരുമ്പോൾ. മനുഷ്യൻ ഒരു എന്തെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ എടുക്കുന്ന സമയവും അത് നമ്മൾ എന്താ പറയാ പല മെഷീൻസിന്റെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്ന സമയവും തമ്മിൽ ഒത്തിരി സമയം ലാഭിക്കാൻ, ടൈം കൺസ്യൂമിംഗ് ഒരുപാട് കുറയ്ക്കാനായിട്ട് നമുക്ക് ആ മെഷീൻ റീപ്ലേസ് ചെയ്തതുകൊണ്ട് സാധിക്കും. നമ്മുടെ വീടുകളിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ടൊക്കെ അലക്ക് കല്ലിലിട്ട് ഇങ്ങനെ രാവിലെ തുടങ്ങി എല്ലാ വീടുകളിൽ നിന്നും ഒരു കൊട്ടും പാട്ടൊക്കെ കേൾക്കാം അല്ലെ. അലക്ക് കല്ലിലിട്ടിട്ടാണ് അലക്കി വൃത്തിയാക്കിയിരുന്നത്. ഇന്ന് അത് ഇൻസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പൊ നമ്മളത് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട്
എന്താ പറയാ, ചില ആളുകൾ പറയുന്നു ഇതുമാത്രം അലക്കാനുണ്ടായിരുന്നു, ഒത്തിരി അലക്കാനുണ്ടായിരുന്നു, ഒത്തിരി പണിയുണ്ടായിരുന്നു. ഇത് പകുതി മുക്കാലും ചെയ്യുന്നത് ആരാ? മെഷീനാണ്. കാരണം നമ്മൾ അതെല്ലാം കൂടി കൊണ്ടുപോയി അവിടെ ഇടുന്നു. കുറച്ച് ലോഷനും ഇതൊക്കെ ഒഴിച്ചിട്ട് നമ്മള് ലിക്വിഡൊക്കെ കൊണ്ട് ഒഴിച്ചിട്ട് നമ്മള് എന്താ പറയാ തുണി വിട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. പിന്നെ ചെയ്യുന്നത് മെഷീനാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ബിസിനസ് ഓർഗനൈസേഷൻസിലും ഇന്ന് മാൻ എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യുന്ന മാനിന് പകരം അവിടെയെല്ലാം മെഷീൻസ് റീപ്ലേസ് ചെയ്തു. അതുകൊണ്ട് തന്നെ മെഷീൻ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ വർക്കിംഗ് വിഭാഗമായിട്ടുള്ള ആളുകളെ മാത്രം മാനേജ് ചെയ്താൽ പോരാ. ഓവറോൾ ഒരു ഓർഗനൈസേഷനിലെ ഓൾ ലെവൽ ഓഫ് എംപ്ലോയീസ്, എല്ലാ ലെവലിലുമുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യേണ്ടതിന്റെ ആ ഒരു ആവശ്യകത അല്ലെ, നെസസിറ്റി മനസ്സിലാക്കിയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് എത്തിയത്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ പ്ലാനിംഗ് ആണ് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം തുടങ്ങിയത്. ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ വാല്യുബിൾ അസറ്റ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിക്കുമ്പോൾ അന്നത്തെ കാലത്ത് മാൻ പവറിന് എന്താ പറയാ മെഷീൻ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ എന്താ മെഷീൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആയിട്ടാണ് അന്ന് മനുഷ്യന്മാരെ കണ്ടിരുന്നത്. ഒരു ഉപകരണം എന്തെങ്കിലുമൊക്കെ ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണം. ഓക്കെ, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഓർഗനൈസേഷൻസിലെ എല്ലാ എംപ്ലോയീസും അസറ്റ്, ആ ബിസിനസിന്റെ ഒരു അസറ്റ് ആണ്. ബിക്കോസ് അവരുടെ നോളജ്, അവരുടെ സ്കില്ല്, അവരുടെ കേപ്പബിലിറ്റീസ്, എബിലിറ്റീസ് ഇതെല്ലാം ഈസ് മെയ്ഡ് യൂസ് ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ അവരുടെ കഴിവും മികവും അറിവും ജ്ഞാനവും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറെ നമുക്ക് ആ ഒരു മനുഷ്യന്റെ ഒരു എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഉപയോഗപ്പെടുത്തുമ്പോൾ ഓൾ ദ എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസിന്റെയും ആ പറയുന്ന കഴിവുകളൊക്കെ നമുക്ക് ബിസിനസ് ഓർഗനൈസേഷൻസിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. സോ ദാറ്റ് അത് ബിസിനസിന്റെ ഗോൾ, അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ, അച്ചീവ് ചെയ്യാനുള്ള കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഈ എംപ്ലോയീസ് എല്ലാം ചെയ്യുക അല്ലെ. എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ചെയ്യുന്നു അല്ലെ, പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അസറ്റ് ഓഫ് ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ ആസ്തി എന്ന പേരിലാണ് ഹ്യൂമൻ റിസോഴ്സ് ഇന്ന് അറിയപ്പെടുന്നത്. സോ ദാറ്റ് ദിസ് ഹ്യൂമൻ റിസോഴ്സ് ഓർ ദ മാൻ പവർ ഹാസ് ടു ബി പ്രോപ്പർലി പ്ലാൻഡ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മള് ഈ പറയുന്ന മനുഷ്യ വിഭവങ്ങളെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ അതിന്റെ കറന്റ് മാൻ പവർ പൊസിഷനിൽ നിന്ന് ടു ദ ഡിസൈർഡ് പൊസിഷൻ, അവർ ഉദ്ദേശിക്കുന്ന, അവർ ആഗ്രഹിക്കുന്ന ഒരു മാൻ പവർ പൊസിഷൻസിലേക്ക് എത്തിക്കണം. ഇപ്പൊ നമ്മളുടെ നിലവിലുള്ള ജോലിക്കാര്, ആ ജോലിക്കാര് വന്നിരിക്കുന്നു, അവരവരുടെ ജോലി ചെയ്യുന്നു. പക്ഷെ അത് പോരാ. ഇപ്പോഴത്തെ ആ ഒരു ആവശ്യം മാത്രം ഓർഗനൈസേഷൻ നിറവേറ്റിയാൽ പോരാന്ന് അവരുപയോഗിച്ച് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ ബിസിനസ് ഓർഗനൈസേഷൻ എത്രത്തോളം ഡെവലപ്പ് ആകാൻ, എന്തൊക്കെ കാര്യങ്ങൾ നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ആ ഡിസൈർഡ് പൊസിഷൻസിലേക്ക് മാൻ പവറിനെ ആക്കി മാറ്റുക. That means to have a maximum utilize that manpower. മനുഷ്യ വിഭവത്തെ എന്ത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക? പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ മാത്രമാണ്. ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്ത്, ദാറ്റ് മീൻസ് ദ റൈറ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ്, ശരിയായ എത്ര എണ്ണം ജോലിക്കാരെ നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ വേണം, അത് ആദ്യം കണ്ടെത്തണം അല്ലെ. ദ റൈറ്റ് കൈൻഡ് ഓഫ് എംപ്ലോയീസ്, എങ്ങനെയുള്ള ആൾക്കാരെയാണ് വേണ്ടത്. എന്തെങ്കിലും ജോലി ചെയ്യുന്നവരെ കൊണ്ടുവന്നാൽ പോരാ. ചില ജോലിക്ക് അതിന്റെ പ്രത്യേകതകളുണ്ട്. അത് അവർക്ക് ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. എല്ലാം കൊണ്ടുവന്ന് ഈ ആൾക്കാരെ പഠിപ്പിച്ച് 1, 2, 3 മാസമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു. എന്നിട്ട് പഠിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ജോലിയിലേക്ക് ഇടാം. അതൊന്നും ചില എല്ലാ കാര്യങ്ങളും പറ്റില്ല നമുക്ക്. മനസ്സിലായി? ഇപ്പൊ 1, 2 ദിവസം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ. അതേസമയം 1, 2, 3 monthsോ അല്ലെങ്കിൽ 4 yearsോ അല്ലെങ്കിൽ വർഷങ്ങളോ എടുത്തിട്ട് അത് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ട് ജോലി ചെയ്യിപ്പിച്ചാൽ മതിയോ? ഇല്ല. അത് അന്നേരം വരുമ്പോ അത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്താ പറയാ എക്സ്ട്രാ കോസ്റ്റ്, എന്താ പറയാ വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത കുറെ ചെലവുകൾ വലിച്ചു കൂട്ടുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ റൈറ്റ് പീപ്പിളിന്റെ റൈറ്റ് പൊസിഷനിൽ എടുക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ടൈമിൽ കൃത്യസമയത്ത് നമുക്ക് എംപ്ലോയീസിന് കിട്ടണം. ഇതെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് വിളിക്കുക. ആൻഡ് ഇറ്റ് ഓൾസോ എൻഷുവേഴ്സ് മാക്സിമം ലോങ് ടേം ബെനിഫിറ്റ്സ് ടു ദ എംപ്ലോയീസ്. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ അതിന്റേതായ ലക്ഷ്യം നേടിയെടുക്കുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, അവരുടെ എംപ്ലോയീസിന്റെ ലോങ് റേഞ്ച് ഓഫ് ബെനിഫിറ്റ്, അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ബെനിഫിറ്റുകൾ, എംപ്ലോയീസിന് കിട്ടേണ്ടതായിട്ടുള്ള ബെനിഫിറ്റ്, എംപ്ലോയീസിന് ഉപയോഗിച്ച് നമ്മുടെ ഓർഗനൈസേഷന് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു ബെനിഫിറ്റുകളെല്ലാം നേടിയെടുക്കുക. ഇറ്റ് ഷുഡ് ബി ഡൺ ത്രൂ പ്രോപ്പർ പ്ലാനിങ്. അതെല്ലാം നടക്കുന്നത് എങ്ങനെയാണ്? പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നതിന്റെ കുറച്ച് പ്രോസസ്സുകളുണ്ട്. എന്തൊക്കെ പ്രക്രിയകളായി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ നടക്കുന്നത്? ഇറ്റ്സ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്. ഒരൊറ്റ എന്താ പറയാ ക്രമത്തിലും അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പോ മാത്രമല്ല. ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മനുഷ്യ വിഭവങ്ങളെ കൃത്യമായ എണ്ണം, കൃത്യമായ സ്ഥലത്ത്, കൃത്യമായ സമയത്ത് ഒരു മനുഷ്യ വിഭവത്തെ കിട്ടണം അല്ലെ? അങ്ങനെ വരുമ്പോൾ അതൊരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ മാത്രമേ നടത്തുള്ളൂ. സോ വാട്ട് ആർ ദ പ്രോസസ് ഓർ ദ സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ അതൊരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ടു ഡിസൈഡ് ദ ഗോൾ ഓർ എയിം. ലക്ഷ്യം ആദ്യം തന്നെ തീരുമാനിക്കുക. എന്ത് ജോലി, ആ ജോലിക്ക് ഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള എംപ്ലോയി അല്ലെങ്കിൽ ആ എംപ്ലോയിയുടെ എന്താ പറയാ റിക്വയർമെന്റ്സ് അവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ആലോചിച്ച് വേണം എന്ത് ചെയ്യാൻ, പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു തീരുമാനം എടുക്കണം. എന്ത് പൊസിഷനിലേക്കാണ് എംപ്ലോയീസിന് വേണ്ടത്, ആ ഓർഗനൈസേഷന്റെ എന്ത് റിക്വയർമെന്റ്, എന്ത് ആവശ്യത്തിലേക്കാണ് ആ ഒരു എംപ്ലോയിന് വേണ്ടത്, മാച്ചിങ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ തെരഞ്ഞെടുക്കണം. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിൽ ചിന്തിക്കണം അല്ലെങ്കിൽ ഓർമ്മയിൽ ഉണ്ടാവണം. എന്താണ്? പ്രസന്റ് നീഡ്സ് മാത്രം എന്താ പറയാ നോക്കിക്കൊണ്ട് ആയിരിക്കരുത്, അറേഞ്ച്മെന്റുകൾ മാത്രം നോക്കിക്കൊണ്ടായിരിക്കരുത് എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കേണ്ടത് അല്ലെങ്കിൽ ജോലിക്ക് എടുക്കേണ്ടത്, റിക്രൂട്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എന്താ പറയാ സെലക്ട് ചെയ്യേണ്ടതോ. പിന്നെ എന്താ, ഫ്യൂച്ചർ നീഡ്സ് കൂടി, അതായത് ഭാവിയിലേക്ക് വരാവുന്ന ചില വേക്കൻസീസ് കൂടി നമുക്ക് അവരെ കൊണ്ട് അത്തരം ജോലികളും അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഫ്യൂച്ചർ നീഡ്സ് അത് ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിനെ അറിയുള്ളൂ. നമ്മൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് ഈ ഒരു ബിസിനസ്സിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനി നമ്മൾ ലക്ഷ്യം വെക്കുന്നതെന്ന് ബിസിനസിന്റെ മാനേജ്മെന്റിനെ അറിയുള്ളൂ. അപ്പൊ ആ മാനേജ്മെന്റ് എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇപ്പൊ തൽക്കാലത്തേക്ക് വേഗം ഒരു 10 ആൾക്കാരെ നമുക്ക് റിക്രൂട്ട് ചെയ്യണം. അത് വെറുതെ ഒന്നും നോക്കാതെ അല്ലെങ്കിൽ കുറച്ച് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഇല്ലാതെ അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ പിടിച്ച് ജോലിക്കെടുത്താൽ പോരാ. നമ്മൾ ഈ ഫ്യൂച്ചർ എക്സ്പാൻഷനിൽ ഭാവിയിൽ നമ്മൾ ഈ ബിസിനസ് ഓർഗനൈസേഷനെ ഇങ്ങനെ നമ്മൾ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ നീഡ്സ് കൂടി അറേഞ്ച്മെന്റ് കൂടി മനസ്സിൽ കണ്ടിട്ട് വേണം എംപ്ലോയീസിനെ എന്ത് ചെയ്യാനായിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യാനായിട്ട്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഗോൾ ഡിസൈഡ് ചെയ്യുക, എയിം ഡിസൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് പ്രോസസ്. ഈ ഒരു പ്രോസസ്സിന്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മാച്ചിങ് ഓർ ഫിറ്റിംഗ് എംപ്ലോയീസ്. അതുപോലെ എബിലിറ്റീസ് ടു ആ എന്റർപ്രൈസസിന്റെ റിക്വയർമെന്റ്സിന് ഉതകുന്ന രീതിയിലുള്ള കഴിവ്, എബിലിറ്റി ആ എംപ്ലോയീസിന് ഉണ്ടോ എന്ന് നോക്കി മാച്ച് ചെയ്യുന്നവരെ തെരഞ്ഞെടുക്കുക. വിച്ച് ഓൾസോ എംഫസിസ് ഓൺ ദ ഫ്യൂച്ചർ arrangement and not on the present arrangement. അതായത് പ്രസന്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റുകളെ മാത്രം നോക്കാതെ ഫ്യൂച്ചർ നീഡ്സ് കൂടി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന എംപ്ലോയീസിന് വേണം തെരഞ്ഞെടുക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ മനസ്സിലായെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ അത് പറഞ്ഞതാണ്. ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? അപ്പൊ ആദ്യം നമ്മൾ ഒരു ഗോൾ നിശ്ചയിച്ചു അല്ലെ, എന്തൊക്കെ എംപ്ലോയീസിന് വേണം, നമ്മൾ എവിടെയൊക്കെയാണ് വേക്കൻസി, ആ വേക്കൻസിക്ക് മാച്ച് ചെയ്യുന്ന എംപ്ലോയീസിന് തെരഞ്ഞെടുക്കുക. ആ വേക്കൻസിക്ക് മാച്ച് ചെയ്യുന്ന എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കുന്നതിന് സമയത്ത് നമ്മൾ ഇതുകൂടി മനസ്സിൽ ചിന്തിക്കണം. ഇപ്പോഴത്തെ ആവശ്യം മാത്രം നിറവേറ്റുന്ന എംപ്ലോയീസ് അല്ല, വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ ഇനിയും കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ റിക്വയർമെന്റ് ആവശ്യം കൂടി നിറവേറ്റാൻ പറ്റുന്ന എംപ്ലോയീസ് വേണമെന്നാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത്. സെക്കൻഡ് സ്റ്റെപ്പിൽ അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്താ? നമ്മുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ. ഭാവിയിൽ നമ്മൾ ഓർഗനൈസേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, അതുപോലെ മാൻ പവർ അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ആൾക്കാരെ ഇനി വേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ദ മാനേജ്മെന്റ് ഹാവ് ടു ഇവാലുവേറ്റ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം? ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ നമ്മുടെ മാനേജ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യണം. എപ്പോ? അത് സമയാസമയങ്ങളിൽ ചില ഇടയ്ക്കിടയ്ക്ക് അവരെന്ത് ചെയ്യണം? നമ്മൾ ഭാവിയിൽ അത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകുമ്പോൾ മാനേജ്മെന്റിന് അറിയാം ഒരു പ്രോപ്പർ ഒരു ടൈം എത്തുമ്പോൾ, 1 മാസമോ 2 മാസമോ ഒക്കെ പിന്നിടുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി ബിസിനസ്സിൽ പുതിയതായിട്ട് കൊണ്ടുവരുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കണം പ്രോപ്പറായിട്ട്. അത് ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ചിന്തിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് they have to also evaluate the number and also the type of employees required. നമുക്കിനി എത്ര ആളുകൾ വേണം, എങ്ങനെയുള്ള എംപ്ലോയീസിന് വേണം, ആ ഫ്യൂച്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ എത്ര എംപ്ലോയീസിന് വേണം, എങ്ങനെയുള്ള എംപ്ലോയീസിന് വേണം, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനുവേണ്ടി ഒരു ഇവാലുവേഷൻ കൃത്യം പോയിന്റ് ഓഫ് ടൈമിൽ നടത്തണം എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ. ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് പറയുക, അതോടൊപ്പം തന്നെ വായിച്ചു നോക്കുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ഹാവ് ടു ആസ്ക്.
ഡൗട്ട് ഉള്ളവർ ചോദിക്കാം. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ മീൻസ് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഇവാലുവേറ്റ് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക, അതോടൊപ്പം ഫ്യൂച്ചറിലുള്ള മാൻ പവർ നീഡ്സും മനസ്സിലാക്കുക. മാനേജ്മെന്റ് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിലൊക്കെ എന്ത് ചെയ്യണം, ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് റിക്വയർഡ് ആൻഡ് ഓൾസോ ദ ടൈപ്പ് ഓഫ് എംപ്ലോയീസ് റിക്വയർഡ്. എത്ര ആളുകൾ വേണം എന്നുള്ളത് മാത്രം നോക്കിയാൽ പോരാ, ഇവാലുവേറ്റ് ചെയ്താൽ പോരാ, എന്താണ് എങ്ങനെയുള്ള എംപ്ലോയീസ് വേണം എന്നുള്ളത് കൂടി ചിന്തിക്കണം. ഓക്കെ, അപ്പൊ എത്ര ആളുകൾ വേണം, എങ്ങനെയുള്ള എംപ്ലോയീസ് വേണം എന്ന് കൂടി ആലോചിക്കണം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക. രണ്ടാമത്തെ പോയിന്റ്, ആ പോയിന്റിന്റെ ഓരോന്നിന്റെയും മെയിൻ സെന്റൻസ് ഇല്ലേ, ഫസ്റ്റ് ബിഗിനിങ് സെന്റൻസ്, അത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. എക്സ്പ്ലനേഷൻ അല്ല, മെയിൻ പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ടു ഡിഫൈൻ ഗോൾസ് ആൻഡ് എയിംസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. സെക്കൻഡ്, ടു എസ്റ്റിമേറ്റ് ദ ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. ക്ലിയർ ആയല്ലോ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും അർത്ഥം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞ കാര്യമൊക്കെ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് എന്താ, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം എല്ലാവരും, അല്ലെങ്കിൽ ഉറങ്ങിപ്പോണം. അതായത് തന്നെ മഴയൊക്കെ ഉണ്ട് അവിടെ, ഇവിടെയൊക്കെ മഴയാണ്. മഴയത്ത് ഇച്ചിരി ചൂടൊക്കെ കുറഞ്ഞപ്പോ ഓണാക്കി വെച്ചിട്ട് ഉറങ്ങിപ്പോയോ? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ. ഒന്ന് ചാടി ചാടി നിൽക്കണേ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നിന്നോ. എന്നിട്ട് ഓക്കെ, തേർഡ് പോയിന്റ് ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, മൂന്നാമത്തെ. അപ്പൊ നമ്മള് ആദ്യം തന്നെ എംപ്ലോയീസിന്റെ ആ ഒരു എന്താ പറയുക, ഓർഗനൈസേഷന്റെ നീഡ്സിന് റിക്വയർമെന്റ്സിനനുസരിച്ച് എങ്ങനെയുള്ള ആളുകൾ, എത്ര ആളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ മാത്രമല്ല, പ്രസന്റ് അറേഞ്ച്മെന്റിന് വേണ്ടി മാത്രമല്ല, ഫ്യൂച്ചർ അറേഞ്ച്മെന്റ് കൂടി നടത്താൻ പറ്റിയ എംപ്ലോയീസ്, അങ്ങനെ എന്തൊക്കെയാണ് വേണ്ടേ, അതിനെ കുറിച്ചുള്ള അത് നിശ്ചയിക്കലാണ്, ഡിസൈഡ് ചെയ്യലാണ്, തീരുമാനം എടുക്കലാണ്. ഓക്കെ, അത് ഒരു എന്താ പറയാ, ഫോർകാസ്റ്റിംഗ് ആണ്, പ്ലാനിങ് ആണ്. ഓക്കെ, സെക്കൻഡ് വൺ, ഫ്യൂച്ചർ ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മാൻ പവർ നീഡ്സും എസ്റ്റിമേറ്റ് ചെയ്യാം. ഓക്കെ, തേർഡ് പോയിന്റ് ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ ഫ്യൂച്ചറിൽ ഇത്ര ഹ്യൂമൻ റിസോഴ്സിനെ, ഇത്ര എംപ്ലോയീസിനെ വേണം എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ന ഒരു ഓർഗനൈസേഷൻ ഇന്ന ഡിപ്പാർട്ട്മെന്റില്, ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റില് ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഇപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, അവിടെ ഒരു 4 വേക്കൻസി ഉണ്ട്, 4 ആൾക്കാർ വേണം. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ അവിടെ 2 ആളുകളുടെ ഒഴിവുണ്ട്, അവിടെ ആളുകൾ വേണം. അപ്പൊ മൊത്തത്തില് ആ ഓർഗനൈസേഷനിൽ എത്ര ആളുകൾ, എത്ര എംപ്ലോയീസിനെ വേണം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, തീരുമാനിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ പ്രസന്റ് സപ്ലൈ ഓഫ് മാൻ പവർ റിസോഴ്സസ്. എങ്ങനെ, എവിടെ നിന്നാണ് നമുക്ക് ഈ ആളുകളെ കണ്ടെത്താൻ സാധിക്കുക, എവിടെ നിന്ന് നമുക്ക് ഈ മാൻ പവറിനെ സപ്ലൈ ചെയ്ത് കിട്ടും, അത് എങ്ങനെയാണ് നടത്തേണ്ടത്. അങ്ങനെ ആ മാൻ പവർ സപ്ലൈനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ബേസ് ചെയ്യുന്നത് വാട്ട് ഈസ് കോൾഡ് സ്കിൽസ് ഇൻവെന്ററി. ആ ഒരു സപ്ലൈ മനുഷ്യ വിഭവത്തെ നമുക്ക് എവിടെ നിന്ന് സപ്ലൈ ചെയ്ത് കിട്ടും എന്ന് ചിന്തിക്കുമ്പോൾ അത് നടത്തുന്നത് സ്കിൽസ് ഇൻവെന്ററിയിലൂടെയാണ്. എന്താണ് സ്കിൽസ് ഇൻവെന്ററി എന്ന് അവിടെ പറയുന്നുണ്ട്? ഇറ്റ് ഈസ് ദ ഡാറ്റ ഓഫ് ഈച്ച് എംപ്ലോയീസ്. ഓരോ ജോലിക്കാരന്റെയും സ്കില്ലുകള്, എബിലിറ്റീസ്, അതുപോലെ തന്നെ വർക്ക് പ്രിഫറൻസ്, അവർ ഏത് ജോലിയാണ് പ്രിഫർ ചെയ്യുന്നത്, അത്, പിന്നെ മറ്റ് ഇൻഫോർമേഷൻസ്, അവരുടെ ഒരു കമ്പനിക്ക് ആ ഒരു ജോലിക്കാരന്റെ മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ആ ജോലിക്കാരന് ആ ഒരു കമ്പനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, ഓർഗനൈസേഷന് ചെയ്തു കൊടുക്കാൻ പറ്റും, അതിനെ കുറിച്ചുള്ള മറ്റ് ഇൻഫോർമേഷൻസ്, ഇതെല്ലാം ചേർന്ന ഒരു ഡാറ്റ, ഒരു ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സച്ച് പർട്ടിക്കുലർ ഡാറ്റ. ആ ഒരു ഡാറ്റയാണ് നമ്മൾ സ്കിൽസ് ഇൻവെന്ററി എന്ന് വിളിക്കുക. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, അതായത് ഇപ്പൊ ഫ്യൂച്ചർ നീഡ്സ് കൂടി നോക്കിയിട്ടാണ് ഓർഗനൈസേഷൻ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നത്, പുതിയതായിട്ട് ജോലിക്ക് എടുക്കുന്നത്. അങ്ങനെ ജോലിക്ക് എടുക്കുന്ന ഫ്യൂച്ചർ നീഡ്സ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, എങ്ങനെയാണ് ആ ഒരു പവർ, മാൻ പവറിനെ നമുക്ക് ഏത് സോഴ്സ്, അവരെ കിട്ടാനുള്ള ഒരു സപ്ലൈ എവിടെ നിന്നൊക്കെ കിട്ടും, ആ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ അവർ ഒരു കാര്യം കൂടി ചിന്തിക്കണം, സ്കിൽസ് ഇൻവെന്ററിയെ കുറിച്ച്. എന്ന് വെച്ചാൽ ഓരോ എംപ്ലോയീസിന്റെയും കഴിവുകൾ, സ്കില്ലുകൾ, എബിലിറ്റീസ്. ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ ഒരു ഒഴിവുണ്ട്, ഒരു ടീച്ചറിന്റെ, അപ്പൊ നമ്മളെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ, ആ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ അവര് എന്താ പറയാ, അവരുടെ സ്കില്ല്, ആ ഒരു എംപ്ലോയിയുടെ സ്കില്ല് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. പഠിപ്പിക്കാനാണോ, അല്ലെങ്കിൽ ഇന്നതാണോ, അങ്ങനെ സ്കിൽസും മാത്രമല്ല, എന്നെ ഈ ഓർഗനൈസേഷനിൽ
ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റ, എന്നെ സംബന്ധിക്കുന്ന മറ്റ് ഡാറ്റാസും ഇതെല്ലാം കൂടി കളക്ട് ചെയ്യുന്ന ആ ഒരു ഡാറ്റയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്കിൽസ് ഇൻവെന്ററി എന്ന് വിളിക്കുക. അതായത് ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾക്കാണ്, അല്ലാണ്ട് എന്റെ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും ഇൻഫർമേഷനിൽ വരേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഞാൻ ഏത് വീട്ടിൽ നിന്ന് വരുന്ന അങ്ങനെയൊന്നും അല്ല. എന്നെ എങ്ങനെ ഈ ഓർഗനൈസേഷനിൽ എന്റെ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം, എന്റെ കഴിവ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, അങ്ങനെ ഓരോ എംപ്ലോയീസിനെ, ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസിനെ, എന്റെ പോലത്തെ കഴിവായിരിക്കില്ല വേറൊരു എംപ്ലോയിക്കുള്ളത്, അല്ലെ, വേറെ ടീച്ചർക്കുള്ളത്. അപ്പൊ അവർക്ക് അവരുടേതായ സ്കില്ലുകളും നോളജുകളും ഉണ്ട്. അപ്പൊ അത് അവരിൽ നിന്ന് കളക്ട് ചെയ്യാം. ഇതൊക്കെ എവിടെയെങ്കിലും എന്നിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ ടീച്ചിങ് കഴിവ് മാത്രമേ ഈ ടീച്ചർക്കുള്ളൂ അല്ല, വേറെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുണ്ടോ? ഇഫ് ദ ഓർഗനൈസേഷൻ നീഡ് ദാറ്റ് എബിലിറ്റി, ആ ഓർഗനൈസേഷൻ അത്തരം ഒരു സാഹചര്യം, ആ ഒരു കഴിവ് കൂടി ഉപയോഗപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾക്ക് അപ്പൊ എന്ത് പറയും, ഇന്ന ടീച്ചറിന് ആ ഒരു കാര്യമുണ്ട്, ആ ടീച്ചർക്ക് അത് പറ്റും. ബിക്കോസ് നമ്മൾ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെച്ചപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡാറ്റയായിട്ട് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു എംപ്ലോയിനെ കുറിച്ചിട്ടുള്ള ഓവറോൾ ഇൻഫർമേഷൻ ടു ദ റിക്വയർമെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള സകല ഡീറ്റെയിൽസും ആ ഡാറ്റയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്കിൽസ് ഇൻവെന്ററി എന്ന് വിളിക്കുക. ഓക്കെ, അതാണ് സ്കിൽസ് ഇൻവെന്ററി. അപ്പൊ എന്തിനാ അങ്ങനെ എടുക്കുന്നത്? ആ മാൻ പവറിന്റെ അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ ഇത്തരം ഇൻഫർമേഷൻസ് എന്തിനാ കളക്ട് ചെയ്യുന്നത്? It will use to make use of that information for the particular purpose of the organization. ഓർഗനൈസേഷന്റെ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതാത് ഈ എംപ്ലോയീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് they can find the right type of employee. ആ ഒരു പ്രത്യേക മേഖലയിൽ ആ ഇന്നൊരു എംപ്ലോയിനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിലാണ്. അപ്പൊ ആ ഇൻഫർമേഷൻസ് ഇടയ്ക്കിടയ്ക്ക് പോയി അങ്ങനെ ഇങ്ങനെയുള്ള കഴിവുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു നോക്കുകയും ചോദിക്കേണ്ട ആവശ്യമില്ല, മൈക്കെടുത്ത് അനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് the data are already collected. അവരുടെ ആ കറക്റ്റ് ആയിട്ട് ഈ ഓരോ എംപ്ലോയീസിന്റെയും ഡാറ്റാസ് അങ്ങനെ കളക്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ആ ഡാറ്റയാണ് നമ്മൾ സ്കിൽസ് ഇൻവെന്ററി. ഒരു പർട്ടിക്കുലർ ഡാറ്റയായിട്ട് അവരവിടെ സേവ് ചെയ്ത് ഇന്നത്തെ കാലത്ത് IT ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഓരോ എംപ്ലോയിനെ കുറിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും അത്ര സ്പീഡ് കൂടുതലാണോ? സ്പീഡ് അത്ര കൂടുതലാണോ? ഈ 2 പോയിന്റ് അടുത്ത് എത്ര നേരം കൊണ്ട് ഞാൻ പറഞ്ഞത്? 52 മണിയായി, 52 ആയി. ദാറ്റ് മീൻസ് എന്താണ്, 52 അരമണിക്കൂർ അടുക്കാൻ പോകുന്നു ക്ലാസ് എടുത്തിട്ട്. 2 പോയിന്റാണ് ഞാൻ ഇപ്പൊ ഇത്ര നേരം കൊണ്ട് പറഞ്ഞേക്കണേ. ഇത്ര പേർക്ക് കാര്യമൊന്നും അതിനകത്തില്ല. ഹ്യൂമൻ റിസോഴ്സുകളെ എങ്ങനെ നമ്മൾ പ്രോസസ് ചെയ്യുന്നു, പ്ലാൻ ചെയ്യണം, അതിന്റെ പല സ്റ്റെപ്പുകളാണ് പറയണത്. അത് ഓരോന്നും ഒന്നിനോടൊന്ന് എന്താ പറയാ മാച്ച് ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഒരു ഇതുപോലെ. ഓക്കെ, അത്രയധികം സ്ലോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ അങ്ങോട്ട് പോകില്ല. കഴിഞ്ഞ ദിവസം ക്ലാസ്സിലുണ്ടായിരുന്നോ? ഫാരിസ് ആണോ? ആരാണ്? ഓക്കെ, ക്ലാസ്സിലുണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നോ ഫാരിസ്? ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ മനസ്സിലായോ? ഇത് അത്ര ബുദ്ധിമുട്ടുള്ള പോയിന്റുകളാണോ? ഒന്ന് വായിച്ചു നോക്കിയേ. സ്കിൽസ് ഇൻവെന്ററി ആണോ മനസ്സിലാക്കാതെ? സ്പീഡ് കൂടിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ എങ്കിലും പറയുന്നത് മനസ്സിലാക്കണ്ടോ എന്ന് നോക്കിയാൽ മതി. മനസ്സിലാവണ്ടോ ഇല്ലയോ അത്രേ പറയാം. പറയും ഞാൻ പറയാം, എന്നിട്ട് വേണം എനിക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാൻ. സ്പീഡ് കൂടുന്നത് ആയിക്കോട്ടെ, സ്പീഡ് കൂടുക അത്ര കൂടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആകെ 2 ഒന്നാമത്തെ പോയിന്റ് ഒഴിഞ്ഞാണെങ്കിലും കുഴപ്പമില്ല. 3 പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അരമണിക്കൂർ കൊണ്ട് 3 പോയിന്റ് ആണ് ഉദ്ദേശിക്കണം. നോക്കണം, 5 മിനിറ്റ് കൊണ്ട് ഞാൻ 3 പോയിന്റ് പറഞ്ഞതല്ല. അതുകൂടി നിങ്ങൾ ആലോചിക്കുക കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം പോയിന്റ്. ഇനി അപ്പൊ ഈ സ്കിൽസ് ഇൻവെന്ററി എന്ന് പറയുന്നത് ഇത്തരം ഡാറ്റാസ് ആണ്. അപ്പൊ ഒരു കമ്പനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനോട് സംബന്ധമായിട്ടുള്ള എംപ്ലോയീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് ഡാറ്റ ആയിട്ട് കളക്ട് ചെയ്ത് ഇങ്ങനെ രൂപീകരിച്ച് വെച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ സ്കിൽസ് ഇൻവെന്ററി. അപ്പൊ ഫ്യൂച്ചർ ആയിട്ടുള്ള മാൻ പവർ എത്ര എണ്ണം വേണം എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാൻ പവർ സപ്ലൈ. ഇപ്പോഴത്തെ ആ ഒരു ആവശ്യങ്ങൾക്ക് മാൻ പവർ സപ്ലൈ റിസോഴ്സസ് എങ്ങനെയൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് കിട്ടുക എന്നുള്ളത്. ആ കിട്ടുന്ന കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, അത് നടത്തുന്നത് സ്കിൽസ് ഇൻവെന്ററിയിലൂടെയാണ്. അതായത് അവിടെയുള്ള ഇൻഫർമേഷൻസിൽ നിന്നാണ്. ആ ഇൻഫർമേഷൻസ് കുറെ അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ എംപ്ലോയീസിന്റെയും. അതെടുത്ത് നോക്കും, ഇങ്ങനെയുള്ള കഴിവുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കോ? കാരണം ഇൻഫർമേഷൻ ഓൾറെഡി അവിടെ കിടക്കാമല്ലോ.
അപ്പൊ ഇവിടെ ഓരോ ടീച്ചേഴ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കളക്ടഡ് ചെയ്ത് ഓഫീസിൽ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചിങ് കഴിവ് മാത്രമാണ് ഇവർക്കുള്ളത് അല്ല, മറ്റ് ഏതെങ്കിലും എന്താ പറയാ മേഖലകളില് അവർക്ക് അവരുടേതായ എന്താ പറയാ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കഴിവുകളുണ്ടോ, കാര്യങ്ങളുണ്ടോ, അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനാ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നേ? ഇപ്പൊ ഇങ്ങനെയുള്ള മാൻ പവറിന് ആവശ്യം വരുമ്പോ ഇനി കൊടുത്ത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾക്ക് പുതിയ വേക്കൻസി വന്നു, അപ്പൊ ഇന്ന ആൾക്കാർ വേണം. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം തന്നെ അവിടെയുള്ള നിലവിലുള്ള ഡാറ്റ അങ്ങനെ എടുത്തു നോക്കുന്നത്. ആ നോക്കി കഴിയുമ്പോൾ they can understand whether here already ഇവിടെ പ്രസന്റ് ആയിരിക്കുന്ന എംപ്ലോയീസിന് whether they have such skill, whether they have such ability. ഇവിടെ ഉള്ളവർക്ക് ആ കഴിവോ മികവൊക്കെ ഉണ്ടോ എന്ന് നോക്കും. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ എന്താ പറയുക ഓഡിറ്റിംഗ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഇപ്പോ? പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചുകൊണ്ട് ജോലിക്ക് എടുക്കുന്നതിനേക്കാൾ ഉപരി ആദ്യമേ തന്നെ അത്തരം ഇൻഫോർമേഷൻസിൽ നിന്ന് they will collect അവർ ആ ഒരു ഡാറ്റ നോക്കി അവരെന്ത് ചെയ്യുന്നു, അവരുടെ ആവശ്യത്തിന് പറ്റിയ ആൾ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കുന്നു. എന്നിട്ട് അവിടെ ഇല്ലെങ്കിലും ഇനി പുറത്തുനിന്നിട്ട് അപ്പൊ ഇവിടെ ഉള്ള ആളുകളിൽ നിന്ന് തന്നെ കഴിവുള്ളവരെയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ഒന്ന് സെന്റൻസ് വായിച്ചു നോക്കുക. ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സ്. മൂന്നാമത്തെ പോയിന്റ് ആണ് ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത്. അണ്ടർലൈൻ ചെയ്തേക്കാട്ടാ, അണ്ടർലൈൻ ചെയ്ത് തന്നെ പോകാം. ഒന്ന് വേഗം വായിച്ചു നോക്കാം. പിന്നെ മാത്രമല്ല സ്കിൽസ് ഇൻവെന്ററി എന്താണെന്ന് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. A skills inventory consists of data about each employee's skill, ability, work preference and other items of information indicating his overall value of the company. തന്റെ ആ ഒരു എംപ്ലോയിയുടെ ഓവറോൾ വാല്യൂ, ആ ഒരു കമ്പനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയാ ആൾക്കുള്ള ഒരു കഴിവ് വേണ്ട ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ശേഖരിക്കുകയൊക്കെയാ. അതിനകത്താണ്ട് സ്കില്ല്, എബിലിറ്റീസ് ഉണ്ട്, വർക്ക് പ്രിഫറൻസ്, എന്ത് ജോലിയാണ് പ്രിഫർ ചെയ്യുന്നത്, ഇതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം ചേരുന്നതാണ് എന്ത് വിളിക്കുക നമ്മുടെ സ്കിൽസ് ഇൻവെന്ററി. കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് അടുത്തത് എന്താന്ന് വിളിക്കാം? ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻസ്. അടുത്തത് എന്താ? പ്ലാൻ ചെയ്യാം. എന്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം? ജോബ് റിക്വയർമെന്റ്സ്, അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻസ്. കുറച്ച് കാര്യങ്ങൾ ഇനി അങ്ങനത്തെ ഒക്കെ കുറെ വരുന്നുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷന്, അതുപോലെ തന്നെ ജോബ് അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ജോബ് റിക്വയർമെന്റ്സ്. അപ്പൊ ഇനിയും നമ്മൾ അറിയേണ്ടത് അടുത്ത സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പിൽ എന്താ? അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു ഗോളും അല്ലെങ്കിൽ ഒരു എയിം ഒക്കെ ഡിസൈഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഓർഗനൈസേഷന്റെ എന്താ പറയുക സ്ട്രക്ചർ എസ്റ്റിമേറ്റ് ചെയ്തു, മാൻ പവർ നീഡ് എസ്റ്റിമേറ്റ് ചെയ്തു. അടുത്തതിൽ നമ്മൾ ഓഡിറ്റ് ചെയ്തു ഹ്യൂമൻ റിസോഴ്സുകൾ എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണം, പവർ സപ്ലൈ, മാൻ പവർ സപ്ലൈ എവിടെ നിന്നൊക്കെയാണ് വരണ്ടേ എന്നൊക്കെ നോക്കി. അപ്പൊ നമ്മൾ അവിടുത്തെ സ്കിൽസ് ഇൻവെന്ററിയിൽ നിന്ന് തന്നെ, അവിടെ തന്നെ ഡാറ്റയുണ്ട്, സ്കിൽസ് ഇൻവെന്ററി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ആ ഡാറ്റയിൽ നിന്ന് അവിടെ ഈ നമ്മുടെ ആവശ്യത്തിനുള്ള എംപ്ലോയീസ് ഇവിടെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. അതിനുശേഷം നാലാമത്തെ സ്റ്റെപ്പില് ജോബ് റിക്വയർമെന്റുകൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻസ് പ്ലാൻ ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ നമ്മൾ എത്ര ആൾക്കാർ വേണം അല്ലെ, ഏതൊക്കെ കാര്യങ്ങളാണ് നടത്തട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എത്ര ആളുകൾ വേണം, ഹൗ മെനി പേഴ്സൺസ് ആർ നീഡഡ്, ഹൗ മെനി എംപ്ലോയീസ് ആർ നീഡഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, തീരുമാനിച്ചു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഇറ്റ് ഈസ് നെസസറി ടു പ്രിപ്പയർ എ ജോബ് അനാലിസിസ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം? ഒരു ജോബ് അനാലിസിസ് നടത്തേണ്ടതാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ ജോബ് അനാലിസിസ് നടത്തുന്നു. ജോബ് അനാലിസിസ് എന്താണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഇനി മാത്രമല്ല അവരുടെ ട്രെയിനിങ്, എന്താ പറയാ എംപ്ലോയീസിന് കൊടുക്കേണ്ട ചില തരത്തിലുള്ള ട്രെയിനിങ്, അവരുടെ സ്കില്ല്, അവരുടെ ക്വാളിഫിക്കേഷൻസ്. ഓരോ എംപ്ലോയീസും ഓരോ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാ ഓരോ ജോലിക്ക് കയറ്റുക അല്ലെ. ചിലത് +2 വേണമെന്ന് പറയും, ചിലത് ഡിഗ്രി വേണമെന്ന് പറയും, ചിലത് ഇന്ന കോഴ്സ് എടുത്തു പറയും അല്ലെ. BSc ഇപ്പൊ ഡിഗ്രിന്ന് മാത്രമല്ല, ഡിഗ്രിയിൽ തന്നെ നമുക്കറിയാം വേറെ ഉണ്ട്. BSc ഉണ്ട്, BCom ഉണ്ട്, BA ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അപ്പൊ ആ ക്വാളിഫിക്കേഷൻസ്, അക്കോർഡിംഗ് ടു ക്വാളിഫിക്കേഷൻസ്, പിന്നെ അവരുടെ എബിലിറ്റീസ്, പിന്നെന്താ റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ അവരുടെ എക്സ്പീരിയൻസസ്, ഇതെല്ലാം തന്നെ എന്താ പറയാ തയ്യാറാക്കലാണ് അടുത്ത പണി. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുമ്പോൾ ജോബ് റിക്വയർമെന്റ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എത്ര ആളുകൾ വേണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, എത്ര എംപ്ലോയീസ് നീഡഡ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, they have to prepare some ജോബ് അനാലിസിസ്. ജോബിനെ കുറിച്ചൊരു അനാലിസിസ് നടത്തണം. പിന്നെ മാത്രമല്ല അവരുടെ സ്കിൽസ് എങ്ങനെയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, അവരുടെ ട്രെയിനിങ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്, പിന്നെ ഇവരുടെ എക്സ്പീരിയൻസുകൾ, റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം ആ ഒരു ജോലിക്ക് വേണ്ട ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുക, അവര് പ്രിപ്പയർ ചെയ്യുക. ജോബ് അനാലിസിസ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ റെക്കോർഡിംഗ് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് റെക്കോർഡ് ചെയ്യാം.
എന്നുവെച്ചാൽ ഇതൊക്കെ എഴുതി തയ്യാറാക്കാം. ഇങ്ങനെയൊക്കെയാണ് അവർക്ക് വേണ്ട ട്രെയിനിങ്, ഇന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇത്ര മാസമാണ് അവരുടെ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ നേരത്തെ കുറിച്ച് തയ്യാറാക്കി വെക്കും. ബോഡി ആളുകളെ എംപ്ലോയീസിനെ ജോലിക്ക് എടുത്ത് കഴിഞ്ഞതിന് ശേഷമല്ല അതൊക്കെ തീരുമാനിക്കുക. ഇതിനേക്കാൾ മുമ്പ് ഇത്തരം പ്ലാനിങ്ങുകളൊക്കെ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുന്നുള്ളൂ. ഓക്കെ, ഇതെല്ലാം നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കും. ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന എംപ്ലോയിക്ക് 3 months ട്രെയിനിങ് പീരീഡ് അല്ലെങ്കിൽ 1 week ട്രെയിനിങ് പീരീഡ് ആണ്. അങ്ങനെയൊക്കെ അതൊക്കെ നേരത്തെ ദേ ഹാവ് ടു ഫിക്സ് ഇറ്റ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കണം. അവരുടെ സ്കിൽസ്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ എക്സ്പീരിയൻസ് ആൻഡ് ഓൾസോ റെസ്പോൺസിബിലിറ്റീസ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ആ ജോബിന് വേണ്ടിയിട്ടുള്ള ഇത്തരം എല്ലാ കാര്യങ്ങളും എന്താ പറയാ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ജോബ് അനാലിസിസ് നടത്തേണ്ടത് അക്കോർഡിംഗ് ടു ദ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ്. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻസും ജോബ് സ്പെസിഫിക്കേഷൻസും അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ജോബ് അനാലിസിസ് നടത്തേണ്ടത്. എന്താ ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുമ്പോ നമുക്ക് തന്നെ അറിയാം. എന്താ ജോബ് ഡിസ്ക്രിപ്ഷൻ? ജോലിയെ കുറിച്ചുള്ള വിവരണം. ഇപ്പൊ ടീച്ചിങ് ആണ്, ടീച്ചറാണ്, ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. നമ്മളിവിടെ എന്താ പറയാ ഈ ഹ്യൂമൻ റിസോഴ്സ് നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സിനോട് പറയാം എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലാസ് എടുക്കുക. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്താ പറയാ ഇങ്ങനെ മ്യൂട്ടൊക്കെ ചെയ്ത് ക്ലാസ് എടുക്കുന്നു. ലാസ്റ്റ് കുറച്ച് സമയം വേണമെങ്കിൽ അവരോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മ്യൂട്ട് മാറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ കുറച്ച് എക്സ്പ്ലനേഷൻസ് ഉണ്ട്, ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അല്ലെ. ഈച്ച് ആൻഡ് എവറി ജോബ് ഹാസ് സച്ച് ഡിസ്ക്രിപ്ഷൻ. അപ്പൊ ഓരോ ജോലിക്കും അതിൻ്റെതായ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതാണ് ആ ജോലിയെ കുറിച്ചുള്ള വിവരം. ജോബ് സ്പെസിഫിക്കേഷൻ, അതുപോലെ തന്നെ ആ ജോലിക്ക് അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓരോ ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യം അല്ലെ. അതൊക്കെ എന്താ പറയാ ഇതിനകത്ത് വരുന്നതാണ്, ജോബ് അനാലിസിസിനകത്ത് വരുന്നതാണ്. എന്താണ് ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആകും. ഓക്കെ, എന്താണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ആൻഡ് റെക്കോർഡിംഗ് ഓൾ ദ റെലവന്റ് ഇൻഫർമേഷൻ അബൌട്ട് എ ജോബ്. അത് തന്നെ അതൊക്കെ പറഞ്ഞില്ലേ, ഒരു ജോബിനകത്ത് ഉള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലി, അതിനകത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും എന്താണെന്ന് തീരുമാനിക്കുക, അതൊക്കെ റെക്കോർഡ് ചെയ്യുക. അതിനകത്ത് എന്തുൾപ്പെടെ ദ ടാസ്ക് ഇൻവോൾവ്, എന്തൊക്കെ ടാസ്കുകൾ ആ ജോലിക്ക് ഉണ്ട്, പിന്നെ ആ ജോലിക്ക് വേണ്ട നോളജ്, അതിന്റെ സ്കില്ല് ഫോർ പെർഫോമിംഗ് ദാറ്റ് ജോബ്, ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവ്, റെസ്പോൺസിബിലിറ്റീസ് അറ്റാച്ച്ഡ് ടു ദാറ്റ് പർട്ടിക്കുലർ ജോബ്, ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, ആൻഡ് ഓൾസോ ദ എബിലിറ്റീസ് റിക്വയർഡ് ടു പെർഫോം ദാറ്റ് ജോബ് സക്സസ്ഫുള്ളി. മാത്രമല്ല ആ ജോലി ചെയ്യാൻ ആവശ്യമായ, നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ ആവശ്യമായ കഴിവ്, ഇതെല്ലാം ചേർന്ന ഒരു പ്രോസസ്, അതിനെയാണ് നമ്മൾ ജോബ് അനാലിസിസ് എന്ന് വിളിക്കുക. സിമ്പിൾ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ജോബ് അനാലിസിസ് പ്രിപ്പയർ ചെയ്യലാണ് എത്ര ആളുകൾ വേണം, എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് വേണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജോബ് അനാലിസിസ് പ്രിപ്പയർ ചെയ്യലാണ്. ജോബ് അനാലിസിസ് പ്രിപ്പയർ ചെയ്യണം, ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം, സ്കിൽസ്, ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, റെസ്പോൺസിബിലിറ്റീസ് ഫോർ പെർഫോമിംഗ് ദാറ്റ് ജോബ്, ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ കൂട്ടി മനസ്സിലാക്കണം. അതിനുശേഷം ജോബ് അനാലിസിസിനകത്ത് ഈ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. ജോബിനെ കുറിച്ചിട്ടുള്ള സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ആൻഡ് റെക്കോർഡിംഗ്. നേരത്തെ കൂട്ടി ആലോചിക്കുകയും ചിന്തിക്കുകയും തീരുമാനിക്കുകയും വേണം, അതോടൊപ്പം തന്നെ അത് റെക്കോർഡ് ചെയ്യണം. എന്ത് റെക്കോർഡ് ചെയ്യണം? റെലവെന്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസ്. എന്താ റെലവെന്റ്? എന്താ ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻസ് റിഗാർഡിംഗ് ആ പർട്ടിക്കുലർ ജോബ്, ആ ജോബിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ആ ടാസ്ക് ഇൻവോൾവ് ഇൻ ദാറ്റ് ജോബ്, ആ ജോലിക്ക് വേണ്ട നമ്മൾ ചെയ്യേണ്ട ജോലി എന്താണ്, അതിനകത്തെ ടാസ്ക്, പ്രത്യേക ടാസ്ക് എന്താണ്, അതിന് വേണ്ടിയിട്ടുള്ള നോളജ് ആൻഡ് സ്കില്ല് ടു പെർഫോം ദാറ്റ് ജോബ്, ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിവ്, ജ്ഞാനം അല്ലെ, അത്. പിന്നെ റെസ്പോൺസിബിലിറ്റീസ്, ആ ജോബിനോടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, ആൻഡ് ഓൾസോ എബിലിറ്റി ടു പെർഫോം ദാറ്റ് ജോബ് സക്സസ്ഫുള്ളി, വിജയകരമായിട്ട് ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവ്, അത് എബിലിറ്റി. മനസ്സിലായോ? ഇതെല്ലാം ചെയ്യുന്ന ആ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നു. അതിനെയാണ് നമ്മൾ ജോബ് അനാലിസിസ് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? നാലാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? നാലാമത്തെ പോയിന്റിൽ ഒരുപാട് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. ക്ലിയർ ആയി? ഇവിടം വരെ മനസ്സിലായോ? വേഗം ഒന്ന് എസ് എന്നോ നോന്നോ എന്തെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ നമ്മള് ആ നാലാമത്തെ പോയിന്റ് അങ്ങനെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത്, നിങ്ങൾ ഈ ജോബ് അനാലിസിസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ.
Job analysis is the process of determining and recording all the relevant information about a particular job, including the task involved, the knowledge and skill required to perform that job, the responsibilities attached to that job, and also the ability required to perform that job successfully. At the full job analysis ne kurichittulla oru definition aanu koduttekane. സിമ്പിൾ ആണ് ഡെഫിനിഷൻ എന്ന് നീളം കുട്ടികളുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഭയങ്കര കക്ഷിയാപ്പെട്ട കാര്യമൊന്നും അല്ല ഇതിനകത്തുള്ളത്. ഇസ് ക്ലിയർ ആയോ? ജോബ് അനാലിസിസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ആ ജോബ് അനാലിസിസ് നടത്തുന്നത് ജോബ് ഡിസ്ക്രിപ്ഷനിലൂടെയും ജോബ് സ്പെസിഫിക്കേഷനിലൂടെയും ആണെന്ന് പറഞ്ഞു അല്ലെ. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? ജോബ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് അതായത് ആ ജോലിക്ക് വേണ്ട സ്കില്ല്, നോളജ്, ക്വാളിഫിക്കേഷൻ, ഇതാണ് ജോബ്. അതായത് ഒരാൾക്ക് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനും സ്കില്ലും, അതിനെയാണ് നമ്മൾ ജോബ് റിക്വയർമെന്റ്. ഇപ്പൊ ഞാൻ എന്താ പറയുക, ഇവിടെ ടീച്ചിങ് വേക്കൻസി ഉണ്ട്, അതാണ് അവിടുത്തെ ജോബ്. അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താ? ടീച്ചിങ്ങിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താ? അതുപോലെ അതിന് വേണ്ട കഴിവ് എന്താ? ഈ രണ്ട് കാര്യം വേണം. ടീച്ചിങ്ങിന് ക്വാളിഫിക്കേഷൻ എന്താ? നമുക്കറിയാം അല്ലെ, BEd, M.Ed അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ വൈസ് അതാണ്. പിന്നെ അത് മാത്രം ഉണ്ടായതൊന്നും കാര്യമില്ല. ഷുഡ് ഹാവ് ദ സ്കിൽ. ആ ഒരു ടീച്ചിങ് ജോബ് ചെയ്യാനുള്ള സ്കില്ലും കൂടി വേണം. ഈ രണ്ടും കൂടി പ്ലസ് വരുമ്പോഴാണ് അല്ലെ, സ്കിൽ പ്ലസ് ക്വാളിഫിക്കേഷൻ അല്ലെ, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് സ്കിൽ, ഇത് രണ്ടും കൂടി ആഡ് ഓൺ ചെയ്യുമ്പോഴാണ്, രണ്ടും കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള കാര്യം അവിടെ ആ ഒരു ജോലി ആ ടീച്ചർക്ക് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, കുട്ടികളെ കാണുമ്പോൾ പേടി, അല്ലെങ്കിൽ ഞാൻ ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളത് വന്നു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റുമോ? അത് സക്സസ്ഫുൾ ആവോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അതിനെയാണ് നമ്മൾ ജോബ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ജോലിക്ക് വേണ്ട റിക്വയർമെന്റ് ഇത് രണ്ടുമാ. ഏതൊക്കെയാ? മറക്കണ്ട, ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കില്ല്. നമ്മളിത് പഠിച്ചു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു, ക്വാളിഫൈഡ് ആയി, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, നിങ്ങൾ ക്വാളിഫൈഡ് ആയി. പക്ഷെ ആ ഒരു ജോലി ചെയ്യാൻ എനിക്ക് പേടിയാകുന്നു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പോകും, ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ഒന്നും അല്ലെങ്കിൽ അത് ഞാൻ അറ്റൻഡ് ചെയ്യും, ആകെ പകച്ച് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ അതിനകത്തേക്ക് പോകുകയില്ല, നമ്മൾ ആ ഒരു കാര്യം ചെയ്യില്ല. ജോബ്, ആ ജോലി നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഒരു ജോബ് എന്ന് പറയുന്നതിന്റെ റിക്വയർമെന്റിനകത്ത് വേണ്ട രണ്ട് കാര്യങ്ങളാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് സ്കിൽ. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്, അണ്ടർലൈൻ ചെയ്തേക്കണേ ജോബ് റിക്വയർമെന്റ്സ് എന്നുള്ളത്. ഓക്കെ, അടുത്തത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ JD അതിന്റെ ഷോർട്ട് ഫോം ആണ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ അക്കൗണ്ട് ഓർ എ നറേഷൻ, ഒരു എന്താ പറയുക, വിവരണമാണ്. ഒരു അക്കൗണ്ട്, ഒരു വിവരണം. എന്തിനെ കുറിച്ചുള്ള വിവരണം? ജനറൽ ടാസ്ക് ആൻഡ് ഓൾസോ ദ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ പൊസിഷൻ. ഒരു ജോലി, ഇപ്പൊ ഞാനിപ്പോ ഒരു ടീച്ചറായിട്ട് ഇവിടെ ഇരിക്കുന്നു, എനിക്ക് ആ ഒരു ജോലി എനിക്ക് ചെയ്യേണ്ട ടാസ്ക്, പഠിപ്പിക്കാന്നുള്ള ടാസ്ക്, പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടീസ്. ഈ പഠിപ്പിക്കാന്ന് മാത്രം നമ്മൾ ഇത് പോയാൽ മതിയോ? അല്ല, നിങ്ങൾക്ക് ഓരോ ക്ലാസ് നമ്മൾ കഴിയുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട്. ആ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ തരണം, അതിന്റെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. ആ ഒരു ടീച്ചർ പൊസിഷനിൽ ഇരിക്കുമ്പോൾ വാട്ട് ആർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഐ ഹാവ്, അതും കൂടി ചെയ്യുന്നുണ്ട്. അതെല്ലാം വിവരണം പോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ടീച്ചറായിട്ട് വരുമ്പോൾ ആ ടീച്ചേഴ്സിനോട് പറയും എന്ത് പുതിയതായിട്ട് വരുന്നവർക്ക് അറിയില്ല. അപ്പൊ നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. വിൽ ഗിവ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ആ ജോലിയെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കും. അതൊന്ന് എഴുതി തയ്യാറാക്കി വെക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചാൽ കൊണ്ട് പോയി, അങ്ങനെയാണോ? അല്ലല്ലോ. സോ അതിനെയാണ് നമ്മൾ JD അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുക. അത് അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആയോ? മൂന്ന് പേജ് എടുക്കാന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ. ഓക്കെ, അത് സ്പീഡ് എന്ന് പറഞ്ഞ ആള് പോയാ, എത്തിപ്പോയാ? ഓക്കെ, ഇപ്പൊ ശരിയായോ? നമുക്ക് ഇപ്പൊ ഹൗ ഇസ് ഇറ്റ്? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എവിടെ പോയോ? ഇല്ല, പോയി. പിന്നെ ആരാ? ഇല്ല. മുസീന എന്നാണ് പേര്. ഇവിടെ കാണുന്ന പേരാണ് വിളിക്കണേ. അസാരില്ല. ഇപ്പൊ ഓക്കെയാണോ മുസീന? ഇപ്പൊ ഓക്കെയാണോ? നിങ്ങൾ അങ്ങനെ പറയുമ്പോഴേ സ്പീഡ് ആണെങ്കിലും മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കാം. മനസ്സിലായില്ലെങ്കിലും ചോദിക്കാൻ റിപ്പീറ്റ്, ബിക്കോസ് നമുക്ക് ഇങ്ങനത്തെ ഒരു ചാപ്റ്ററുമാണ്. എന്നാലും ഞാൻ ഓടുന്നില്ല. അറിയാം ഓരോ ടീച്ചർ എടുക്കണമെന്ന്. നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടല്ലോ, അപ്പൊ ടീച്ചർ എത്രത്തോളം എടുക്കണമെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത് ഒരു രീതിയാണ് പറയുന്നേ. ചില ആൾക്കാർക്ക് ഇങ്ങനെ സ്പീഡിൽ സംസാരിക്കാൻ പറ്റും, ചിലര് വളരെ സാവധാനം ഇങ്ങനെ പറയും. അത് എല്ലാവർക്കും ഒരുപോലെ പറ്റില്ല, എല്ലാവർക്കും ഒരുപോലെയും ആവില്ല. ഓക്കെ,
എന്തെങ്കിലും ക്ലിയർ ആവാതുണ്ടെങ്കിൽ you can ask. Okay. Yes, അടുത്ത സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്. അപ്പൊ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലെ 5ാമത്തെ സ്റ്റെപ്പ് ആണിത്. സ്റ്റെപ്പിന്റെ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. അടുത്തത് ഹ്യൂമൻ റിസോഴ്സസിന് വേണ്ട ഒരു പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്യലാണ്. ഈ ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ചിട്ടുള്ള പ്ലാൻ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറയുന്നത്, ഇത് ഇൻക്ലൂഡ് സം സ്റ്റെപ്സ് which includes the development and implement of such a human resource. അതായത് ഈ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹ്യൂമൻ റിസോഴ്സസിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുക, അത് ബിക്കോസ് എത്ര ആളുകളെ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അതെങ്ങനെ നടപ്പിലാക്കും. ആളുകളെ വേണം എന്ന് പറഞ്ഞാലും ശരി, ഇത്ര ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ വേക്കൻസി ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതെങ്ങനെ ആ വേക്കൻസി നമ്മൾ എന്താ പറയാ ഫിൽ ചെയ്യാനായിട്ട്, ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് ഹൗ ക്യാൻ ബി ഇംപ്ലിമെന്റ് ദാറ്റ് പ്ലാൻ, ആ പ്ലാൻ നമ്മളെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ് ഇതിനകത്ത് വരിക. ഏത് ടു ഡെവലപ്പ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ അതിനകത്ത് കുറെ കാര്യങ്ങളാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടു ഫൈൻഡ് ദ സോഴ്സ് ഓഫ് ലേബർ സപ്ലൈ. അതായത് ഇതിന് വേണ്ടിയിട്ട് ഇവര് ആദ്യം തന്നെ കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം? ലേബർ സപ്ലൈ എവിടെ നിന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ ജോലിക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ഓർഗനൈസേഷനിൽ അവിടെ എവിടെയൊക്കെയാണോ വേക്കൻസി വരുന്നത് ആ വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യാം അല്ലെ. ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണമെങ്കിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരണം. പുതിയത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും യാതൊരു രീതിയിലും ഇല്ല. അവിടെ വിതിൻ ദ ഓർഗനൈസേഷൻ ഇഫ് ദേ ഹാവ് സഫിഷ്യന്റ് എംപ്ലോയീസ് ഇൻ എനി അതർ ഡിപ്പാർട്ട്മെന്റ്സ്, മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിൽ അധികമായി നിൽക്കുന്ന ചില എംപ്ലോയീസിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്കൊക്കെ കിട്ടാം. അതിനാണ് ആ സ്കിൽസ് ഇൻവെന്ററി നോക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? അവിടെ കുറെ ഇൻഫർമേഷൻസ് അവരെ കുറിച്ചുള്ളതുണ്ട്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റില് അവർക്ക് അത്രയധികം വലിയ റോളില്ല. അപ്പൊ അതുകൊണ്ട് അവരെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കും ഓർഗനൈസേഷൻ. എപ്പോ പുതിയ വേക്കൻസി വരുന്നു അവിടെയൊക്കെ പുതിയ ആളുകളെ കൊണ്ടുവന്ന് ഇടുകയല്ല ചെയ്യുന്നത് മിക്ക ഓർഗനൈസേഷനിലും. ഇപ്പൊ ഉദാഹരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സ്കൂളിലൊക്കെ പറയുമ്പോൾ എളുപ്പം മനസ്സിലാവും. സ്കൂളിലൊക്കെ നിങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളുടെ എന്താ പറയാ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഹിന്ദി ഡിപ്പാർട്ട്മെന്റില് ഹിന്ദിയില് ടീച്ചേഴ്സ് ഇല്ല, വലിയ കാര്യമായിട്ട് പെട്ടെന്ന് ഒന്നും റിക്രൂട്ട്മെന്റ് ഒന്നും അവിടെ നടക്കുന്നില്ല. ആ ടീച്ചേഴ്സിന്റെ ഒഴിവ് അവിടെ കിടക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ചിലപ്പോ മറ്റു ടീച്ചേഴ്സിന് എന്താ പറയാ പീരീഡ്സ് അഡ്ജസ്റ്റ് ചെയ്ത് അവരെ അങ്ങോട്ടേക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്ത് വിടും. ആ കയറുന്ന ടീച്ചേഴ്സ് അവരുടെ എന്താ പറയാ വിഷയം ഏതാണോ, സബ്ജക്ട് ഏതാണോ അവരതായിരിക്കും എടുക്കുക. ഇപ്പൊ ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിൽ ഇപ്പൊ ഹിന്ദിയുടെ അവർ പോയിട്ട് അവിടെ ടീച്ചർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി, ടീച്ചർ എടുക്കുക തന്റെ പോർഷൻ തീരട്ടെ എന്ന് വിചാരിച്ച് പുള്ളിക്കാരി അവിടെ കയറി തന്റെ സബ്ജക്ട് എടുക്കുക. ഇപ്പൊ ഇംഗ്ലീഷ് ആണ് എടുക്കണമെങ്കിൽ ആ ഇംഗ്ലീഷ് ടീച്ചറോട് കയറി ഇംഗ്ലീഷ് എടുക്കുള്ളൂ, ഹിന്ദി ആയിരിക്കില്ല എടുക്കുക. ഓക്കെ, കുറച്ച് നാളൊക്കെ അവർ അങ്ങനെ എന്ത് ചെയ്യും, കവർ ഇതൊക്കെ അങ്ങനെ കൊണ്ടുപോകും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പൊ UP സെഷനിലെ ഹിന്ദി ടീച്ചറിനെ എടുത്ത് കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ ഹൈസ്കൂളിലേക്ക് ഇങ്ങനെയൊക്കെ എടുത്തിടും. കാരണം ഹിന്ദിയല്ലേ, അത് പണം വായിച്ച് മനസ്സിലാക്കി അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. കുറച്ച് നോട്ട്സ് ഒക്കെ ഇന്നങ്ങനെ വലിയ കാര്യമായിട്ട് നോട്ട്സ് എഴുതുന്നില്ല. അപ്പൊ താൽക്കാലികമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അവരുടെ എന്താ പറയാ ചിലപ്പോൾ അങ്ങോട്ടേക്ക് UP സെഷനിലുള്ള ടീച്ചേഴ്സിനെ എന്താ പറയാ ഹൈസ്കൂളിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെയും മാറ്റും. ഓക്കെ, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടത്തും. അല്ലാതെ ഇവിടെ ഹിന്ദി ടീച്ചറിന്റെ ഒരു ഒഴിവുണ്ട് അപ്പൊ തന്നെ പുതിയ ഹിന്ദി ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഡ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ റിക്രൂട്ട് ചെയ്യല്ല ചെയ്യാം. മനസ്സിലായോ? അപ്പൊ താൽക്കാലികമായ അഡ്ജസ്റ്റ്മെന്റും പെർമനന്റായ അഡ്ജസ്റ്റ്മെന്റും അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ സ്കിൽസ് ഇൻവെന്ററി നോക്കിയിട്ട് ആ ഗ്യാപ്പുകളൊക്കെ ഫിൽ ചെയ്യാൻ നോക്കും അല്ലെ. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. അപ്പൊ ഇവിടെ ആ അത്തരം എന്താ പറയാ ആളുകളെ സപ്ലൈ ചെയ്യുന്ന ലേബറേഴ്സിനെ നമുക്ക് എവിടെ നിന്ന് കിട്ടും ഇൻ ഓർഡർ ടു മേക്ക് യൂസ് ഓഫ് ദാറ്റ് റിസോഴ്സസ്. ആ ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് പരമാവധി ഇഫക്റ്റീവായി യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ, സപ്ലൈ ഓഫ് മാൻ പവർ എവിടെ നിന്ന് ഉണ്ടാകും എന്ന് ആലോചിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. എവിടെ നിന്ന് തപ്പിയെടുക്കുമെന്ന് ഈ പറഞ്ഞ ആൾക്കാരെ അവിടെ നിന്ന് തന്നെ എടുക്കണോ, പുറത്തുനിന്ന് എടുക്കണോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തിങ് ദേ ഹാവ് ടു ഡു, ആദ്യത്തെ കാര്യം ഇവർ ചെയ്യുന്നത് എന്താ, ഓർ ദേ ആർ ഗോയിങ് ടു ഡിസൈഡ് ഓൺ ദ പോളിസി. ദാറ്റ് മീൻസ് വെദർ ദ പേഴ്സണൽസ്, അതായത് വെദർ ദ വർക്കേഴ്സ്, എംപ്ലോയീസ് ആർ ടു ബി ഹയർഡ് ഫ്രം through പ്രൊമോഷണൽ ചാനൽസ്. ഇങ്ങനെയുള്ള ആൾക്കാരെ എംപ്ലോയീസ് നമുക്ക് വേണം. പക്ഷെ അതെങ്ങനെയാണ് എടുക്കുക? അത് പ്രൊമോഷണൽ ചാനൽസ് വഴിയാണോ, അല്ലെങ്കിൽ ഫ്രം എനി അതർ ഔട്ട്സൈഡ് സോഴ്സ്, മറ്റേതെങ്കിലും പുറത്തുള്ള സോഴ്സിൽ നിന്നാണോ? അതല്ലെങ്കിൽ വേക്കൻസീസ് ക്യാൻ ബി ഓൾസോ ഫിൽഡ് ബൈ പ്രൊമോഷൻ ഓർ ഓൾസോ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ എന്താ പറയാ അവിടെയുള്ള ആളുകളിൽ നിന്ന് പ്രൊമോഷൻ കൊടുത്തിട്ടാണോ,
അങ്ങനെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താം. അല്ലെങ്കിൽ ലോവർ ലെവൽ പൊസിഷൻസിൽ നിന്ന് എന്താ പറയാ ലെവലിലുള്ള വർക്കേഴ്സിന് വേണ്ടിയിട്ട് ലേബർ മാർക്കറ്റ് ചെയ്യുന്ന നമുക്ക് എന്താ പറയാ സോഴ്സസ് ആയിട്ട് ഉപയോഗിക്കാമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവര് തീരുമാനിക്കും. അതായത് പ്രൊമോഷണൽ ചാനൽ വഴി എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കാം, ടിവിയിലോ മറ്റു മീഡിയാസിലോ പരസ്യം കൊടുക്കാം. എംപ്ലോയീസിന് വേണമെന്ന് പറഞ്ഞിട്ട് ഇല്ലേ, നമ്മൾ ഒരുപാട് പരസ്യങ്ങളൊക്കെ കാണാറില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ പരസ്യങ്ങള്? തൊഴിലിന് വേണ്ടിയിട്ട് തൊഴിലാളികളെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും അങ്ങനത്തെ ഇതറിയാമോ നിങ്ങൾക്ക്? ഇന്റർനെറ്റിലൂടെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടിവിയിലൂടെ. ഇന്നല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ ഓൺലൈൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, ജോലികളൊക്കെ ഇത് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഓഫർ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ആഡ് കൊടുത്തിട്ടാണോ, അല്ലെങ്കിൽ എന്താ ആ ഓർഗനൈസേഷനിൽ തന്നെ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും മറ്റ് സ്ഥലത്തുകളിൽ നിന്ന് ഓർഗനൈസേഷനകത്ത് നിന്ന് ഹയർ പൊസിഷനിലേക്കൊക്കെ ഒരു ഓർഗനൈസേഷനിലെ ടോപ്പ് ലെവലിലൊക്കെയാണ് വേക്കൻസി വരണമെങ്കിൽ താഴ്ത്തുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ടീച്ചറുടെ കാര്യം പറഞ്ഞത്, UP സെഷനിലുള്ള ടീച്ചറിനെ എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്ത് ഹൈസ്കൂളിലേക്ക് ആക്കുന്നു. മനസ്സിലായോ? അങ്ങനെ ഫിൽ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ജോലിക്കാരെയാണ് ആവശ്യമെങ്കിൽ അത് ലേബർ മാർക്കറ്റിൽ നിന്ന് തൊഴിലാളികൾ, നമുക്ക് അതിനുള്ള മാർക്കറ്റ് ഉണ്ട്, തൊഴിലാളികൾ കൂടുതലായിട്ട് കിട്ടുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. തൊഴിൽ ഇന്ന തൊഴിലുള്ള ആൾക്കാരെ സജസ്റ്റ് ചെയ്ത് തരുന്നത്, അങ്ങനെ ലേബർ മാർക്കറ്റിൽ നിന്നാണോ? അപ്പൊ ഏത് പ്രോപ്പർ ചാനലിലൂടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, അവർക്ക് ആളുകളെ ഹയർ ചെയ്യാം, എംപ്ലോയീസിനെ ഹയർ ചെയ്യാം. അത് ഡിസൈഡ് ചെയ്യാം, അതൊരു പോളിസി, അത് ആ ഒരു പോളിസി അവർ ഫോളോ ചെയ്യും. അതിനുവേണ്ടി ചെയ്യുന്ന, അതായത് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഇതിനകത്ത് നടക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് നമുക്ക് മാൻ പവറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഹയർ ചെയ്യാം. അത് ഡിസിഷൻ ഈസ് ടേക്കൺ ഓൺ ദ ബേസ്ഡ് ഓൺ ദ പോളിസി. അത് ഓർഗനൈസേഷന്റെ പോളിസി പ്രകാരമാണ് അത് നടത്തുക. അത് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊമോഷണൽ ചാനൽ ത്രൂ ആകാം, ഔട്ട്സൈഡ് സോഴ്സ് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ആകാം, ഹയർ വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ പ്രൊമോഷൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലോവർ ലെവൽ വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ ലേബർ മാർക്കറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ആണ് ആളുകളെ പുതിയതായിട്ട് ഹയർ ചെയ്യുന്ന രീതികൾ. ക്ലിയർ ആയോ? സോ അങ്ങനെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങില് 5 സ്റ്റെപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 5 സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞത്. 5ാമത്തെ സ്റ്റെപ്പ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്യാം. അതിനുശേഷം ഈ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം. ദ ബെസ്റ്റ് പോളിസി ഫോളോഡ് ബൈ ഓർഗനൈസേഷൻസ് ടു ഫിൽ ഹയർ വേക്കൻസീസ്. മുകളിലേക്കുള്ള നിലയിലുള്ള വേക്കൻസി ഫിൽ ചെയ്യാനായിട്ട് ബൈ പ്രൊമോഷനിലൂടെ അവർ ഹയർ ലെവലിലുള്ള വേക്കൻസീസ് ഫിൽ ചെയ്യുന്നു. പല ഓർഗനൈസേഷൻസും അങ്ങനെ ചെയ്യാം. ആൻഡ് ലോവർ ലെവൽ പൊസിഷൻസ്, താഴേക്കുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള വർക്കേഴ്സ്, അവിടെ ജോലിക്ക് ഒഴിവുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് ഫ്രം ലേബർ മാർക്കറ്റ്. ആ സെന്റൻസ് ഒന്ന് നന്നായിട്ട് അണ്ടർലൈൻ ചെയ്തോട്ടെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. ഓക്കെ, വായിച്ചു നോക്കാം, വേഗം വായിച്ചു നോക്കി മാത്രം പോയാൽ മതി. നിങ്ങളുടെ കണ്ണുകൊണ്ട് ആ 2 സെന്റൻസ് ഒക്കെ ഉള്ളൂ ഓരോ പോയിന്റിലും. ആ സെന്റൻസ് ഒന്ന് നോക്കുക കേട്ടോ, വായിച്ച്. അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകുന്നുള്ളൂ. വായിച്ചു കഴിഞ്ഞെങ്കിലും ക്ലിയർ ആയെങ്കിലും ഒരു പറയാവുന്ന, എന്നാലും എനിക്ക് അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിലും ഒന്ന് യെസ് എന്നോ എന്തെങ്കിലും ഒരു തമ്പോ എന്തെങ്കിലും ഇടണേ. ഓക്കെ, അടുത്തത് മാൻ പവർ പ്ലാൻ കമ്പോണന്റ് ആണ്. ഈ മാൻ പവർ പ്ലാൻ എന്താ കമ്പോണന്റ്, അതിന്റെ ഘടകങ്ങൾ, കമ്പോണന്റ്സ് എന്തൊക്കെയാണെന്നാണ്. മാൻ പവർ പ്ലാൻ കമ്പോണന്റുകൾ ഈസ് ബ്രേക്ക് ഡൗൺ, അതായത് 3ആയിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫോർകാസ്റ്റിംഗ്, മാൻ പവറിനെ നമുക്ക് എങ്ങനെയാണ് അതിനകത്ത് വന്നിരിക്കുന്ന ഘടകങ്ങൾ, മാൻ പവർ പ്ലാനിങ്ങിൽ വന്നിരിക്കുന്ന ഘടകങ്ങളാണ്. ഒന്ന് ഫോർകാസ്റ്റിംഗ്,
രണ്ട് റിക്രൂട്ട്മെന്റ് പ്ലാൻ ആണ്. മൂന്നാമത്തേത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് വിളിക്കുക അല്ലെ? അത് തന്നെ ഫോർകാസ്റ്റ് എന്ന് വെച്ചാൽ മുൻകൂട്ടി നേരത്തെ കൂട്ടി പറയുക. അത് തന്നെ നേരത്തെ കൂട്ടി നമ്മൾ ചിന്തിക്കുക, തീരുമാനിക്കുക, അതാണ് പ്രവചിക്കുക എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ. നമ്മള് വരാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് മുൻകൂട്ടി നിശ്ചയിക്കുക അല്ലെ? അതൊരു സ്ട്രാറ്റജിങ് ആണ്. അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇപ്പൊ നമുക്ക് എന്താ പറയാ, നിലവില് എത്ര റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്, മാൻ പവർ ഉണ്ട് എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുക. ഫ്യൂച്ചർ നീഡ്സ് കൂടി മനസ്സിലാക്കിയിട്ട് വേണം. അതായത് ഇത്ര കാര്യങ്ങൾ നമ്മൾ പുതിയ കുറെ കോഴ്സുകളിലൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ കോഴ്സുകൾ കൂടി എന്താ പറയാ, അതിന് വേണ്ടിയിട്ടുള്ള ടീച്ചേഴ്സ് അവൈലബിൾ. ഇവിടെ അങ്ങനെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ്, ആ റിസോഴ്സസ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആ എംപ്ലോയീസ് ആണ്. ആ എംപ്ലോയീസ് ഉണ്ടോ അതിനെ കുറിച്ചൊരു സ്റ്റോക്ക് എടുക്കുക എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് ടേക്കിംഗ്. ഇപ്പൊ എത്ര ടീച്ചേഴ്സ് ഉണ്ട്, അവർക്ക് ഇങ്ങനെ ഏതൊക്കെ എന്താ പറയാ സ്പെസിഫിക് ഫീൽഡിലാണ്. ഓരോ ടീച്ചേഴ്സിനും ഓരോ അവരുടേതായ ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ. ചിലത് BSc ആയിരിക്കാം, MSc ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കോഴ്സുകൾ പഠിച്ചവരുണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എടുക്കുമ്പോൾ എന്താ പറയാ PG എടുത്തിരിക്കുന്നത് MCOM അങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലെ? അപ്പൊ ഇതെല്ലാം വേറെ വേറെയാണ്. അപ്പൊ ഓരോ ഫീൽഡിലും അങ്ങനെ പുതിയ കോഴ്സുകൾ വരുമ്പോൾ അതാത് ഫീൽഡുകളിൽ വേണ്ട ടീച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് ടേക്കിംഗ് വിളിക്കുക. ഇന്ന കോഴ്സ് അപ്പൊ എത്ര ടീച്ചേഴ്സ് അവിടെ ഉണ്ട്, എത്ര എണ്ണം, ദാറ്റ് ഈസ് ദ സ്റ്റോക്ക്. അതാണ് സ്റ്റോക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഫ്യൂച്ചർ നീഡ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് എടുക്കുന്നു. എംപ്ലോയീസിന്റെ, അതായത് റിസോഴ്സസ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്. വർക്കേഴ്സിന്റെ ഒരു സ്റ്റോക്ക് എടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് വിളിക്കുക. പ്രീ പ്ലാൻ ചെയ്യുക, മുൻകൂട്ടി അത് ആലോചിക്കുന്നു. എത്ര പേര് വേണം, ഇന്ന് എത്ര പുതിയ കോഴ്സ് വരുമ്പോൾ ഇത്ര ടീച്ചേഴ്സ് അവിടെ കൂടി വേണം എന്നുള്ള കാര്യം ചിന്തിക്കുക. അതാണ് ഫോർകാസ്റ്റിംഗ്. അടുത്തത് ഫോർകാസ്റ്റിംഗ് കഴിഞ്ഞ അടുത്ത കാര്യം എന്താ? റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റിക്രൂട്ട് ചെയ്യണം. എന്ത് പുതിയ ആ വേക്കൻസീസ് എവിടെയുണ്ടോ ആ വേക്കൻസീസ്, അതായത് ആ ഗ്യാപ്പ്, ആ വേക്കൻസിനെയാണ് ഇവിടെ ഗ്യാപ്പ് എന്ന് പറയുക. ടു മീറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഇന്റേണൽ സോഴ്സസ് ആൻഡ് ഓൾസോ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അതായത് നമ്മളുടെ ആ പറയുന്ന വേക്കൻസീസിനെ, ആ ഗ്യാപ്പിനെ നമ്മൾ ഫിൽ ചെയ്യണം. ആ ഫിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റേണൽ സോഴ്സ്, അവിടെ തന്നെയുള്ള ടീച്ചർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി, ഈ ടീച്ചർക്ക് ഇന്നതും എടുക്കാൻ പറ്റും, അപ്പൊ ആളെ അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ മാറ്റുന്നു. ഇന്റേണൽ സോഴ്സ്, ഇന്റേണൽ എന്ന് പറഞ്ഞാൽ വിതിൻ ദ ഓർഗനൈസേഷൻ, അവിടെ തന്നെ ആ ഗ്യാപ്പുകൾ ഫിൽ ചെയ്ത് റിക്രൂട്ട് ചെയ്ത് ഫിൽ ചെയ്യാം. അതേസമയം എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്താ? പുറത്തുനിന്ന് പുതിയ ആൾക്കാരെ എടുക്കണം. അപ്പൊ ഇത് ഫിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? റിക്രൂട്ട്മെന്റ് പ്ലാൻ, ഫോർകാസ്റ്റിംഗും റിക്രൂട്ട്മെന്റ് പ്ലാനും മനസ്സിലായോ? പെട്ടെന്ന് പറയേ. ആ 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. 3 പോയിന്റ് മാൻ പവർ കമ്പോണന്റുകളുടെ 3 പോയിന്റുകളാണ് ഫോർകാസ്റ്റിംഗ്. ആദ്യം തന്നെ ഫ്യൂച്ചർ നീഡ്സ് കൂടി നമ്മൾ കണക്കിലെടുത്ത് അവൈലബിൾ റിസോഴ്സസിന്റെ സ്റ്റോക്ക് എടുക്കുന്നു, ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തേത് റിക്രൂട്ട്മെന്റ് പ്ലാൻ ആണ്. ടു ഫിൽ ദ ഗ്യാപ്പ് ഓർ ടു മീറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇന്റേണൽ റിസോഴ്സസ് ആൻഡ് ഓൾസോ ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറത്തുനിന്നുള്ള എൻവയോൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള റിസോഴ്സസോ ഉപയോഗിച്ച് ഗ്യാപ്പ് ഫിൽ ചെയ്യുക. ആൻഡ് തേർഡ് വൺ ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ റിക്രൂട്ട്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റിക്രൂട്ട് ചെയ്ത ഹ്യൂമൻ റിസോഴ്സസിനെ യൂട്ടിലൈസ് ഫുള്ളി, അവരെ മുഴുവനായി ഉപയോഗിക്കുക. എന്നുവെച്ചാൽ മാക്സിമം അവരെ യൂസ് ചെയ്യുക. ഓർഗനൈസേഷന്റെ പൊട്ടൻഷ്യൽ റിസോഴ്സസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടി പരമാവധി ആ ഹ്യൂമൻ റിസോഴ്സുകളെ ഉപയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ പോരായ്മകളൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ട ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ട്രെയിനിങ് ടു യൂട്ടിലൈസ് ദ human resource fully of the organization and also to develop the potential resources. മാക്സിമം ഹ്യൂമൻ റിസോഴ്സുകളെ ഉപയോഗപ്പെടുത്തി നമ്മുടെ എന്താ പറയാ ഓർഗനൈസേഷന്റെ പൊട്ടൻഷ്യാലിറ്റി വർദ്ധിപ്പിക്കുക, അല്ലെ? കഴിവ്, മികവ് വർദ്ധിപ്പിക്കുക. അതാണ്, അത് ട്രെയിനിങ്ങിലൂടെ മാത്രമേ പറ്റുള്ളൂ. സോ ദീസ് ആർ ദ 3 കമ്പോണന്റ്സ് ഓഫ് മാൻ പവർ പ്ലാൻ. മാൻ പവർ പ്ലാനിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. ഏതാണ്? ഫോർകാസ്റ്റിംഗ്, റിക്രൂട്ട്മെന്റ് പ്ലാൻ ആയിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. ക്ലിയർ ആണോ? 3 ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടെ ആ 3 പോയിന്റ്. യെസ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ വേറെ എത്രയും ബുദ്ധിമുട്ടുള്ള വലിയ എന്താണ്ടൊക്കെ കുറെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഇനി ജോലിക്കാരാകാൻ പോകുന്നത്, ജോലിക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നല്ലേ, ജോലി കിട്ടണം. അപ്പൊ ജോലിക്കാരാകാൻ പോകുന്നത് നമുക്ക് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ഒരു ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാൻ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഹ്യൂമൻ റിസോഴ്സുകളുടെ
പുതിയ ആളുകളെ എടുക്കുന്നതിന് മുമ്പ് തുടങ്ങുന്നു. പുതിയ ആൾക്കാർ ജോലിക്ക് എടുക്കുന്നതിന് മുമ്പേ തുടങ്ങുന്നുണ്ട് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്തത്. എത്ര ആൾക്കാരെ വേണമെന്ന് ആദ്യം നിശ്ചയിക്കുന്നു, ഏതൊക്കെ ടൈപ്പ് ഓഫ് ആളുകളെ വേണമെന്ന് നിശ്ചയിക്കുന്നു, എപ്പോഴൊക്കെയാണ് അവരെ ആവശ്യം വേണ്ടതെന്ന് ഉപയോഗിക്കുന്നു, അവരുടെ സ്കില്ല് നോളജ്, അവർക്ക് വേണ്ട കഴിവുകളും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസും ഒക്കെ നിശ്ചയിക്കുന്നു. അതിനുശേഷമാണ് റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് അഡ്വർടൈസ് ചെയ്യുന്നു. ഇത്ര ഇന്ന സ്ഥലത്ത് ജോലി വേക്കൻസി ഉണ്ട്, ഇന്ന ബിസിനസ്സിനകത്ത് ഇത്ര പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ, ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ ഫാർമസിയിൽ ഒഴിവുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ ഒഴിവുണ്ടെന്ന് ആഡ് കൊടുക്കുന്നു. അതിനുശേഷം ആളുകൾ ആപ്ലിക്കേഷൻസ് തരും. ആപ്ലിക്കേഷൻസിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടാണ് നടത്ത്. ഇങ്ങനെ ഓരോന്നും പടിപടിയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പോയിന്റ്, അപ്പൊ നമ്മൾ എന്താണ് മാൻ പവറിനെ കുറിച്ചൊക്കെ പ്ലാനിങ് ഒക്കെ നടത്തി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ? അപ്പൊ ഹ്യൂമൻ റിസോഴ്സുകളെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തു. എത്ര ആൾക്കാർ വേണമെന്ന് ഡിസൈഡ് ചെയ്തു, അല്ലെ? ആളുകളുടെ എണ്ണമൊക്കെ കിട്ടി കഴിയുമ്പോൾ അവര് എന്തൊക്കെ കാര്യങ്ങൾ, അവരുടെ ക്വാളിഫിക്കേഷൻ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം എന്ത് ചെയ്തു? നമ്മൾ അവരെ ഓഡിറ്റ് ചെയ്തു, അല്ലെ? ഓഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താണ് അവരുടെ സ്കിൽസ് ഇൻവെന്ററിയിലൂടെയാണ് ആ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുക. അതിനുശേഷം ഓർഗനൈസേഷന് ഏതൊക്കെ എന്താ പറയാ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻസും ജോബ് അനാലിസിസും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്ലാനിങ് ഒക്കെ കൃത്യമായി തീർന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റിക്രൂട്ട്മെന്റ്. അടുത്ത സ്റ്റെപ്പ് എന്താ? റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ഇനി നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ പോകണം പുതിയ എംപ്ലോയീസിനെ. വാട്ട് യു മീൻ ബൈ റിക്രൂട്ട്മെന്റ്? റിക്രൂട്ട്മെന്റ് ഈസ് ദ ഡിസ്കവറിംഗ് ഓഫ് ടാലന്റഡ് പേഴ്സൺസ്. അതായത് കഴിവുള്ള ആളുകളെ ഹണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ കണ്ടെത്തുക, അല്ലെ? ഫോർ ആക്ച്വൽ ഓർ എക്സ്പെക്ടഡ് ഓർഗനൈസേഷണൽ വേക്കൻസീസ്. ഒരു ഓർഗനൈസേഷൻസിന്റെ നിലവിലുള്ളതും വരാൻ പോകുന്നതുമായിട്ടുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുള്ള ആളുകളെ കണ്ടുപിടിക്കലാണത് ഡിസ്കവറിങ് എന്ന് പറഞ്ഞേക്കണേ. മനസ്സിലായ? അല്ലാണ്ട് പോയി പിടിച്ചോണ്ട് വരുന്നതല്ല, കണ്ടെത്തലാണ്. അത് ഇച്ചിരി ടാസ്ക് ആണ്. അതിപ്പോ നടക്കുന്ന കാര്യമായിരിക്കും റിക്രൂട്ട്മെന്റ്. അപ്പൊ നടക്കുന്ന കാര്യമാണോ റിക്രൂട്ട്മെന്റ്? അങ്ങനെയായിരുന്നെങ്കിൽ നമ്മളൊന്നും ജോലി ഇല്ലാതെ ഇരിക്കില്ലായിരുന്നു. കാരണം എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് ആൾക്കാരെ കിട്ടിയാൽ മതി എന്ന് വെച്ചാൽ നമ്മളുടെ അടുത്തൊക്കെ പുതിയ ഓർഗനൈസേഷൻസ്, പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഒത്തിരി വരുന്നുണ്ട്, അല്ലെ? പൊട്ടിമുളയ്ക്കുന്നുണ്ട് പുതിയത്. കാരണം ഇത് ബിസിനസ് ഓറിയന്റഡ് വേൾഡ് ആണ്. ഒത്തിരി ബിസിനസിന് പ്രാധാന്യം നൽകുന്ന ഒരു ഇക്കോണമിയിലും ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ ഒത്തിരി പുതിയ ഓർഗനൈസേഷൻസ്, പുതിയ ഹോസ്പിറ്റൽസ് എത്ര വരുന്നു. ആ ഓടി ചെന്നിട്ട് എന്നെ കൊണ്ട് ജോലിക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടുന്നുണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്കവറിംഗ് ഓഫ് ടാലന്റഡ് പേഴ്സൺസ് ആണ്. ഇത് നല്ല കഴിവുള്ള ആളുകൾ മാത്രമേ അവര് തെരഞ്ഞെടുക്കുള്ളൂ ആപ്ലിക്കൻസിൽ നിന്ന്. ഒത്തിരി ആളുകൾ അപ്ലൈ ചെയ്യാനുണ്ടാവും, പക്ഷെ they will discover only the talented applicants. അതിൽ നിന്ന് ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ തെരഞ്ഞെടുക്കുന്നു. അത് തെരഞ്ഞെടുക്കുമ്പോൾ ആക്ച്വലി ഇപ്പോൾ ഉള്ളതും എക്സ്പെക്ടഡ് ആയിട്ടുള്ള നീഡ്സ് കൂടി, ഓർഗനൈസേഷന്റെ വേക്കൻസി കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കും അത് നടത്തുക. അതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആയോ? എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് മനസ്സിലായോ? ഇനി വീണ്ടും മറ്റൊരു രീതിയിൽ റിക്രൂട്ട്മെന്റിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. അതായത് നല്ല കഴിവുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുക. അതും മറ്റൊരു റിക്രൂട്ട്മെന്റിന്റെ വേറെ രീതിയിലാണ്. മറ്റേത് വ്യത്യാസം പറഞ്ഞാൽ എൻകറേജിങ് ദം ടു അപ്ലൈ ഫോർ ദാറ്റ് ജോബ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ജോലിക്ക് വേണ്ടിയിട്ട് എന്താ പറയാ ആളുകളെ എന്ത് ചെയ്യുന്നു? നല്ല ആളുകളെ, നല്ല കഴിവുള്ള ആളുകളെ അട്രാക്ട് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിച്ച് അവരോട് അപ്ലൈ ചെയ്യിപ്പിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ നമ്മളില്ലേ, അതെന്താണ് അങ്ങനെ പറഞ്ഞേക്കുന്ന കാരണം? ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ജോലിയും അവിടുത്തെ വേക്കൻസികളൊക്കെ ഉണ്ടായിരിക്കും. എവിടെ ജോലിക്ക് വേക്കൻസി കണ്ടാലും നമ്മൾ അപ്ലൈ ചെയ്യുമോ? പറയാ, നിങ്ങൾ എന്നൊന്ന് പറഞ്ഞേ. എവിടെയൊക്കെ ജോലിക്ക് എന്താ പറയാ ജോലിക്ക് അവിടെ വേക്കൻസി ഉണ്ട്, ഇവിടെ വേക്കൻസി ഉണ്ടെന്നൊക്കെ കാണുമ്പോ എല്ലായിടത്തേക്കും നമ്മൾ അപ്ലൈ ചെയ്യും? ഇല്ല, അല്ലെ? അപ്പൊ പിന്നെ എങ്ങനെയാ നമ്മൾ ആപ്ലിക്കേഷൻസ് കൊടുക്കുക? We must have to be attracted to that particular organization. അവിടെ എനിക്കൊരു ജോലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന ഒരു അട്രാക്ഷൻ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനോട് തോന്നണം. അങ്ങനെയല്ലേ? അല്ലെ? നമുക്ക് ചുറ്റും ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കാം, ചെറുതും വലുതുമായിട്ട്, അല്ലെ? അതുപോലെ തന്നെ എന്താ പറയാ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ളത് ആളുകളുടെ സമൂഹത്തിൽ ഒരു പേരും വിലയൊക്കെ ഉള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ പോരാ, അല്ലെങ്കിൽ മതി എന്ന് വിചാരിച്ചാൽ നമ്മൾ നടക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെ? നമ്മൾ ഉദ്ദേശിക്കുക എനിക്ക് അവിടെ ഒരു ജോലി കിട്ടിയാൽ, ഇന്ന ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയാൽ എനിക്ക് കൊള്ളാമായിരുന്നു എന്ന് നമുക്കൊരു പ്രിഫറൻസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് ആ ഓർഗനൈസേഷന്റെ ഗുഡ് വില്ലാണ് അങ്ങനെ ആളുകളെ അട്രാക്ട് ചെയ്യുന്നത്.
മനസ്സിലായോ? ആ ബിസിനസ് സ്ഥാപനത്തിന് ഇപ്പൊ ഏത് ഹോസ്പിറ്റൽസ് മുൻപന്തിയിൽ നിൽക്കുന്നോ ആ ഹോസ്പിറ്റൽസിന് അതിൻ്റെതായ ഒരു എന്തുണ്ട്, ഒരു മുദ്ര, ഒരു ഗുഡ് വിൽ, ഒരു സൽപ്പേര്, ഒരു റെപ്യൂട്ടേഷൻ അതുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക്, അത്തരം ഓർഗനൈസേഷൻസിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലുകളിലേക്ക് കൂടുതൽ ആളുകൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കണേ. എനിക്ക് അങ്ങോട്ടേക്ക് ആ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആ റിക്രൂട്ട്മെന്റിന് മറ്റൊരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, നല്ല കഴിവുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുക മാത്രമല്ല ആ ഓർഗനൈസേഷന്റെ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ എംപ്ലോയീസിന് അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കൻസിനെ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് അവിടുത്തെ എന്തെങ്കിലും ഗുണങ്ങൾ കണ്ടിട്ടാണ് അങ്ങനെ ആളുകൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് മറ്റൊരു രീതിയിലും റിക്രൂട്ട്മെന്റിന് വേറൊരു ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്. സോ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം രണ്ടാമത്തെ ഡെഫിനിഷനും. ക്ലിയർ ആയോ? അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എന്താ പറയാ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയാ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഓർഗനൈസേഷനിലെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. കാരണം അത് പറയുന്നത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആയിട്ടാണ് പറയുന്നത്. ബിക്കോസ് അൺലെസ് ദ റൈറ്റ് ടൈപ്പ് ഓഫ്, ഞാൻ അത് അങ്ങനെ തന്നെ വായിക്കുകയാണ്, because unless the right type of people is not hired എന്നാണ്. നെറ്റ് എന്നുള്ളത് ആണെന്ന് തോന്നുന്നത്. ഇവിടെ എന്റെ പ്രസന്റ് ചെയ്തിരിക്കുന്നതിൽ അവിടെ നോട്ട് എന്നൊന്നും ആകണോട്ടെ. ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടിൽ നെറ്റ് നടക്കുന്നത്. അതായത് ശരിയായ രീതിയിലുള്ള ആളുകളെ അല്ല നമ്മൾ ഹയർ ചെയ്തിരിക്കുന്നതെങ്കിൽ എന്ന് വെച്ചാൽ ഇന്ന ഓർഗനൈസേഷനിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ജോലിക്കാരനെ വേണം. പക്ഷെ നമ്മളുടെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. നമ്മൾ ശരിയായ രീതിയിലുള്ള ആളെയല്ല നമ്മൾ എന്ത് ചെയ്തത്, റിക്രൂട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് സെന്റൻസിലാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഈവൻ ദ ബെസ്റ്റ് പ്ലാൻസ്, ഓർഗനൈസേഷൻ ചാർട്ട്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വുഡ് നോട്ട് മച്ച് ഗുഡ്. അങ്ങനെയാണെങ്കിൽ എത്ര നല്ല രീതിയിൽ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്താലും ആ ഓർഗനൈസേഷന്റെ സിസ്റ്റം ശരിയായ രീതിയിൽ നല്ല റിസൾട്ട് ഒന്നും കാണിക്കില്ല എന്ന് വെച്ചാൽ ഏറ്റവും വലിയ അസറ്റ് നമ്മൾ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡ്യൂ കൺസിഡറേഷൻ ഷുഡ് ബി ഗിവൺ. നല്ല ശരിയായ രീതിയിൽ നമ്മൾ കരുതലുകൾ കരുതി തന്നെ വേണം പുതിയ എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ. അല്ലെങ്കിൽ എത്ര നന്നായി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ആയാലും നല്ല റിസൾട്ട് കിട്ടില്ല. നെഗറ്റീവ് സെന്റൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻസ് റിക്രൂട്ട്മെന്റിന് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ആ സെന്റൻസ് അങ്ങനെ തന്നെ വായിക്കാൻ കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാ. റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഈസ് നോട്ട് ഹയർഡ് and unless the right type of people is not hired. നോട്ട് തന്നെ ആക്കിയോ എല്ലാവരും? ഓക്കെ ഓക്കെ, അപ്പൊ അതൊരു ഓർഗനൈസേഷന്റെ രീതിയാണ്. ഓർഗനൈസേഷൻ വുഡ് അട്രാക്ട് എംപ്ലോയീസ്, ആളുകളെ ആകർഷിക്കും. അതായത് നമ്മൾ അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യണം, ഇന്ന ഓർഗനൈസേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളെ പെർസ്വേഡ് ചെയ്യും. പെർസ്വേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. ടു എൻഹാൻസ്, അതെന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ ഓർഗനൈസേഷൻസ് അങ്ങനെ കൂടുതൽ ആളുകളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. കാരണം ആ ഒരു ഓർഗനൈസേഷന്റെ അത്തരം എന്താ പറയാ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തെങ്കിലും കഴിവുകളാണ് കൂടുതൽ എംപ്ലോയീസിനെ ആ ഓർഗനൈസേഷനിലേക്ക് എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ എൻഹാൻസ് ദ ഹയറിംഗ് റേഷ്യോ. എന്ന് വെച്ചാൽ എന്താ, അവിടെ അവർക്ക് ഓർഗനൈസേഷന് ഹയറിംഗ് റേഷ്യോ കൂട്ടാൻ പറ്റുന്നു. ഹയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഉദാഹരണം റേഷ്യോ ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഇപ്പൊ ഒരു 100 എന്താ പറയാ ആപ്ലിക്കേഷൻസ് കിട്ടി. ഒരു എന്താ പറയാ ഹോസ്പിറ്റലിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ വേക്കൻസി ഉണ്ട്. ഒരു 10 വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞേക്കാണ് ഒരു ഹോസ്പിറ്റലിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിലായിട്ട്. 10 വേക്കൻസി ഉണ്ടെങ്കിൽ ഈ 10 ആളുകൾ മാത്രമാണോ ആപ്ലിക്കേഷൻ വെക്കുക എന്ന് ആലോചിക്കുക നിങ്ങള്. 10 വേക്കൻസി ഉള്ളത് ആകെ 10 പേര് മാത്രം അപ്ലൈ ചെയ്യുള്ളൂ. ആലോചിച്ചിട്ട് പറയും, പറയും സമയം ഇച്ചിരി പോയി, കുഴപ്പമില്ല, പറയും. ആ സെന്റൻസ് ആണ് നിർത്തിയിട്ട് ഞാൻ നിർത്തുകയാണ്. ഒരു ഓർഗനൈസേഷനിൽ എവിടെയെങ്കിലും ജോലിക്ക് ഒഴിവുണ്ട്, 10 ആൾക്കാരാണ്, 20 ആൾക്കാരാണ്, നമ്മൾ കൃത്യം 20 പേരാണോ അപ്ലൈ ചെയ്യുന്നത്? അല്ല, ഇഷ്ടം പോലെ ആൾക്കാർ അപ്ലൈ ചെയ്യാം. ആകെ 10 വേക്കൻസി ഉണ്ട്. നിങ്ങൾ PSC പരീക്ഷ എഴുതിയവരായിരിക്കാം അല്ലെ. ഒരു ഇന്ന ക്ലർക്കിന്റെ ഒരു അവധിയുണ്ട്, ഒഴിവുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഒഴിവാണുള്ളത് എന്ന് പറയുമ്പോൾ ലക്ഷം കണക്കിന് ആളുകളാ ആ പരീക്ഷ PSC എക്സാം എഴുതണേ അല്ലെ. എല്ലാവർക്കും ജോലി ഉണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഓർഗനൈസേഷനിൽ എത്ര ഒഴിവുണ്ടോ ആ ഒഴിവുകളുടെ എണ്ണം, അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം, അത് തമ്മിലുള്ള റേഷ്യോ, അതിനെയാണ് നമ്മൾ ഹയറിംഗ് റേഷ്യോ എന്ന് വിളിക്കുക അല്ലെ. ഇപ്പൊ 10 വേക്കൻസി ഉണ്ട്, 100 പേര് അപ്ലൈ ചെയ്തു. സോ ദ റേഷ്യോ ഈസ് 10:100.
അല്ലെ? ഒന്നുകൂടി ചെറുതാക്കിയ 1:10. ദാറ്റ് ഇസ് ദ റേഷ്യോ. റേഷ്യോ ഇപ്പോൾ നമ്മൾ ഒരു അംശബന്ധമായിട്ട് പറയാം അല്ലെ, ഒരു 1:2 ചിഹ്നമൊക്കെ ഇട്ട് അങ്ങനെയല്ലേ. അപ്പൊ അവിടെ വരെ നിർത്തുകയാണ്. അതിനെയാണ് നമ്മൾ ഹയറിംഗ് റേഷ്യോ എന്ന് വിളിക്കാം. അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം, അതുപോലെ തന്നെ എത്ര വേക്കൻസി ഉണ്ട്, ഇത് രണ്ടും അതിനെ റേഷ്യോ ആയിട്ട് എഴുതുമ്പോൾ അതിനെയാണ് നമ്മൾ ഹയറിംഗ് റേഷ്യോ എന്ന് വിളിക്കുക. അവിടെ വരെ വായിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് വരിക. ഓക്കെ, അടുത്ത ദിവസം കാണാം. സോ ബൈ, ടാറ്റ.